ശക്തിയായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിക്കാണ് ഈ വിഭാഗം. വിചാരിക്കാത്ത രീതിയിൽ നമ്മളെല്ലാവരും സ്വന്തമാണ് വളരെ ശക്തിയിലാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ഏതാണ്ട് കച്ചവടം ഈ ചോറുകളും കൊടുത്തു ചിക്കൻ സെന്ററുകൾ 200ഓളം നല്ലൊരു വരുമാനം ഓർമ്മിക്കുകയാണ്. പൊതുഗതാഗതം ഏതാണ് ജീവിക്കാൻ പരിശ്രമമായി ചേർത്ത് പ്രവർത്തിച്ചു കൊടുക്കുന്നത് പ്രത്യേക ഓർമ്മിക്കുന്നത് എല്ലാവരും തന്നെ നടത്തിയിട്ടുണ്ട്. എല്ലാവരെയും പ്രത്യേകമായി ഈ സൂപ്പർ സ്റ്റോറിന്റെ മാനേജ്മെന്റിന്റെ പ്രത്യേകമായ സ്വാഗതം അർപ്പിക്കുകയാണ്. വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ എല്ലാവരും തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. കുര്യൻ സാർ അടങ്ങുന്ന വ്യാപാരി വ്യവസായ നേതാക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരെയും പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. MLA ഏതാനും നിമിഷങ്ങൾക്കകം എത്തിച്ചേരും. ഒട്ടും വൈകാതെ തന്നെ എത്തിച്ചേരുമെന്ന് അറിയിക്കുന്നു. നമ്മുടെ ഈ സുധീൻ അവർ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുകയാണെന്ന് പ്രത്യേകം അറിയിക്കുന്നു. എല്ലാവരും അദ്ദേഹത്തിന്റെ കൂടെ നിന്നുകൊണ്ട് ഈ സംരംഭം ഉദ്ഘാടനം ചെയ്യിക്കണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. വിശിഷ്ട വ്യക്തിത്വങ്ങൾ നമ്മുടെ പ്രിയങ്കരനായ മണ്ണാർക്കാടിന്റെ MLA അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ അവർ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹമാണ് ഈ സംരംഭം ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത്. നമ്മുടെ കൊമരമ്പത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എത്തിയിട്ടുണ്ട്. മേഡത്തിനെയും ഈ മുൻപിലേക്ക് ക്ഷണിക്കുകയാണ്. പഞ്ചായത്ത് മെമ്പറുണ്ട്, സഹദ്, അവരെയും പ്രത്യേകം ക്ഷണിക്കുന്നു. വ്യാപാരി വ്യവസായ നേതാക്കളുണ്ട്. എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓരോ സെക്കൻഡിലും വളരെ സ്പീഡായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കൺസെപ്റ്റാണ് വിജയ്.com. അതിന്റെ 55ാമത് വിജയ് സൂപ്പർ സ്റ്റോറാണ് മണ്ണാർക്കാടിന്റെ വിധിമാറി അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ അവർ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഈ ചടങ്ങിലെത്തിയിരിക്കുന്ന അമ്പലമനുഷ്യ വ്യക്തിത്വങ്ങളുണ്ട്. എല്ലാവരെയും പ്രത്യേകം ഈ ചടങ്ങിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുകയാണ്. കുറഞ്ഞ കാലയളവ് കൊണ്ട് രാജ്യമെമ്പാടും നമ്മുടെ സ്വന്തത്തിന് അതീതമായി കടന്നു പലരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൺസെപ്റ്റാണ് വിജയ്.com എന്ന് പറയുന്നത്. ഇതിന്റെ 55ാമത് വിജയ് സൂപ്പർ സ്റ്റോറാണ് മണ്ണാർക്കാടിന്റെ പെരുമാറി അവസാനമായിരിക്കുന്നത്. കുത്തുകെട്ട് കർപ്പൂരം വരെ പഠനത്തിലുണ്ട്. അത് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. 38 കർപ്പൂരം വരെ ഏറ്റവും വില കുറഞ്ഞ നിങ്ങൾക്ക് ഓൺലൈനായി നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഓർമ്മിപ്പിക്കുന്നു. ഈ കൺസെപ്റ്റിന് ഈ കമ്പനിക്ക് നേതൃത്വം കൊടുക്കുന്നത് പ്രശസ്തനായ പ്രഗത്ഭനായ വ്യവസായി നമ്മളെല്ലാവരും
കോച്ച് വിശേഷിപ്പിക്കുന്ന ഗോപി ചെമ്മണ്ണൂരാണ് ഈ ഫിജിക്കൽ ഡോർകോം എന്ന് പറയുന്ന കൺസെപ്റ്റിന്റെ ചെയർമാൻ എന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. അനീഷ് കെ ജോളി ആന്റണി എന്നിവരും ചേർന്നുകൊണ്ട് ഈ സംരംഭം ഏറ്റവും ശക്തിയോടുകൂടി വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. കുമരമ്പത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ലക്ഷ്മിക്കുട്ടി മാഡം ഈ ചടങ്ങിനെ സംബന്ധിച്ചിട്ടുണ്ട്. മുഹമ്മദ് സഹദ് പഞ്ചായത്ത് മെമ്പർ ഈ ചടങ്ങിനെ സംബന്ധിച്ചിട്ടുണ്ട്. ഫിജിക്കൽ ഡോർകോമിന്റെ നാഷണൽ സയൻസ് ടീം മാനേജർ പ്രതീഷ് നാരോളി അവർ, മുഹമ്മദ് ബഷീർ അവർ, ദിനേശ് ചന്ദ്രൻ അവർ, പ്രിൻസ് BS, അതുൽ GS, പൂജ ജയശങ്കർ, ലിനേഷ് B, വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സമചുമതല നേതാക്കൾ എത്തിയിട്ടുണ്ട്. ഈ ചടങ്ങിന് അഭിസംബോധന ചെയ്തുകൊണ്ട് നമ്മളോട് രണ്ട് വാക്ക് സംസാരിക്കുവാൻ വേണ്ടി പ്രിയങ്കനായ നമ്മുടെ സ്വന്തം MLA അഡ്വക്കേറ്റ് ശംസുദ്ദീൻ അവർകളെ സവിനയം സഹർഷം സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. സന്തോഷവേളയിൽ ഇവിടെ അണിനിരന്നിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രത്യേകിച്ച് ഈ സംരംഭത്തിന് നേതൃത്വം നൽകുന്ന അഷ്റഫ്, അതിന്റെ സംഘാടനത്തിലുള്ള മനോജ്, നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലക്ഷ്മിക്കുട്ടി, ഈ വാർഡിന്റെ മെമ്പറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിട്ടുള്ള സഹദ് അരിയൂർ, മറ്റ് പ്രിയപ്പെട്ടവരെ, സഹോദരൻ, ഇവിടെ ഇതിന് നേതൃത്വം നൽകുന്ന പ്രജീഷ്, മുഹമ്മദ് ബഷീർ തുടങ്ങിയ വ്യക്തിത്വങ്ങളെ, ഇത് കേരളത്തിലുടനീളം ശാഖകളുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് നമ്മുടെ ഈ അരിയൂർ പ്രദേശത്ത് പ്രവർത്തനം ആരംഭിക്കുകയാണ്. ഞാനിത് നോക്കിക്കണ്ടു. എല്ലാ നിത്യോപയോഗ സാധനങ്ങളും ഏകദേശം ഒരു കുടക്ക് കീഴിൽ അണിനിരത്തിയിരിക്കുകയാണ്. ഇത്തരം സ്ഥാപനങ്ങൾ സ്വാഭാവികമായും നല്ല ഉൽപ്പന്നങ്ങൾ ആളുകൾക്ക് കൊടുക്കാനും അതുപോലെ തന്നെ നല്ല സേവനവും തുടർന്ന് വിൽപ്പനാനന്തര സേവനവും ഒക്കെ നൽകാനും സന്നദ്ധമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ശ്രീ ബോബി ചെമ്മണ്ണൂരിന്റെ ഒരു സംരംഭമാണിത്. അദ്ദേഹം നമുക്കറിയാം എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും നിർലോഭമായ പിന്തുണയും സഹായവും നൽകുന്ന ഒരു വ്യക്തിത്വമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ബോബി ചെമ്മണ്ണൂരിന്റെ ഈ സംരംഭം നമ്മുടെ മണ്ഡലത്തിലെ ഈ പ്രദേശത്ത് വന്നതിൽ നമുക്കൊക്കെ വലിയ സന്തോഷമുണ്ട്. അതും ഞാൻ ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുകയാണ്. IG ഗ്രീൻ എന്ന ഈ സൂപ്പർ മാർക്കറ്റ് ഫിജി സൂപ്പർ സ്റ്റോർ എന്നാണ് ഇതിന് നാമകരണം ചെയ്തിട്ടുള്ളത്. ഇതേ പേരിൽ തന്നെയാണ്
കേരളത്തിലുടനീളം ഇത് പ്രവർത്തിക്കുന്നത്. 67ാമത്തെ ബ്രാഞ്ചാണ് നമ്മുടെ അരിയൂരിൽ ഇന്ന് പ്രവർത്തനം ആരംഭിക്കുന്നത്. ഈ ഫിജി സൂപ്പർ സ്റ്റോറിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി പ്രഖ്യാപിച്ചു. നടത്തി അഭിനയം സമർത്ഥം സ്നേഹത്തോടെ ശ്രമിക്കുന്നു. ബഹുമാനിയായിട്ടുള്ള നമ്മുടെ മണ്ണാർക്കാടിന്റെ MLA അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ പ്രസാദ്, അതുപോലെ തന്നെ വാർഡിന്റെ മെമ്പർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായിട്ടുള്ള സഹദാരിയോ, മറ്റ് നമ്മുടെ ഈ സംരംഭം തുടങ്ങുന്ന പ്രജീവ് സാർ, അതുപോലെ മുഹമ്മദ് ബഷീർ സാർ, മനോജ്, അതുപോലെ തന്നെ നമ്മുടെ വ്യാപാരി സമിതിയുടെ പ്രിയപ്പെട്ട പ്രവർത്തകർ, മറ്റു സഹോദരി സഹോദരന്മാർ, നമ്മുടെ ഗോപി ചമ്മട്ടോട്ടിലെ നേതൃത്വത്തിൽ നടക്കുന്ന 67ാമത് സ്റ്റോറും സൂപ്പർ സ്റ്റോർ നമ്മുടെ ഇന്ന് ഈ അരൂര് പ്രദേശത്ത് ഇന്ന് അതിൻ്റെ തുടക്കം കുറിച്ച് വേണ്ടിയിരിക്കുകയാണ്. വളരെ സ്പീഡപ്പോടുകൂടി മുന്നോട്ട് പോകുന്ന ഈ സംരംഭങ്ങൾ എല്ലാം തന്നെ നമ്മുടെ സാധാരണക്കാർക്ക് ഇടയിലും ഒരു നല്ല പ്രവർത്തനവും സന്നദ്ധ സേവനവുമായിട്ട് മുന്നോട്ട് പോകണം. അതിനാൽ നമ്മുടെ എല്ലാവിധ സർവേശ്വരൻ നല്ല നല്ല പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ 5G സൂപ്പർ സ്റ്റോറിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് നമ്മുടെ വാർഡ് മെമ്പർ മുഹമ്മദ് സാദ് അവരെ ക്ഷണിക്കുന്നു. നമ്മുടെ പ്രസിഡന്റ് ലക്ഷ്മിക്കുട്ടി അവർക്ക്, മറ്റു നമ്മുടെ പഴയ ഉസ്താദ് സുലൈം ഫൈസി, അതേപോലെ മറ്റു മെമ്പർമാർ, വൈസ് പ്രസിഡന്റ് മേരി സന്തോഷ്, അതേപോലെ തന്നെ 2ാം വാർഡ് മെമ്പർ, പഞ്ചായത്തിലെ മുഴുവൻ മെമ്പർമാരും ആക്കിയിട്ടുണ്ട്, മറ്റു ജനാധിപത്യ വിശ്വാസികളെ സഹോദരന്മാരെ, വളരെ സന്തോഷത്തോടു കൂടെയാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഞാൻ എന്നോട് പറയുമായിരുന്നു, വാർഡിൽ വികസനത്തിന്റെ ഒരു വിപ്ലവം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഈ പ്രദേശം മുഴുവൻ, ഈ മേഖല മുഴുവൻ താമസിക്കുന്ന മേഖലയിൽ നിന്ന് മാറി ബിസിനസ് മേഖലയിലേക്ക് മാറി അങ്ങോട്ട് തുടങ്ങി മാറി കല്യാണക്കാത്ത പ്രദേശമാണെങ്കിൽ ഭയങ്കര ഡെവലപ്മെന്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ സന്തോഷത്തോടു കൂടെ എല്ലാ ബിസിനസ് പ്രവർത്തകർക്കും വ്യവസായികൾക്കും അതേപോലെ എന്ത് സംരംഭം തുടങ്ങുന്നതിനും വേണ്ട തീരുമാനം പഞ്ചായത്തിൽ നിന്ന് എടുത്തിട്ടുണ്ട്. എല്ലാവിധ പിന്തുണയും പഞ്ചായത്തിലെ എല്ലാവിധ പിന്തുണയും കഴിഞ്ഞ ഭരണസമിതിയിൽ ചർച്ച ചെയ്യുകയും എല്ലാവിധ സഹായ സഹകരണവും ഈ സ്ഥാപനങ്ങൾക്കും ഇനി വരാൻ പോകുന്ന സ്ഥാപനങ്ങൾക്കും ചെറുകിട വ്യവസായങ്ങൾക്കും ഉണ്ടാവും എന്നറിയിച്ചുകൊണ്ട് ഇത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കട്ടെ, എല്ലാവർക്കും നല്ല രീതിയിലുള്ള പിന്തുണയും ബുദ്ധിമുട്ടും ഒന്നുമില്ലാത്ത കാര്യത്തിൽ ഈ കച്ചവടം ഇവിടെ ഈ വികസനം നടത്താൻ നിങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും ഉണ്ടാവും എന്നറിയിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ഫിജിക്കാട് നാഷണൽ സയൻസ് ഡേ മാനേജർ പ്രതീഷ് നായരകുടി അവരുടെ സംസാരിക്കുവാൻ വേണ്ടി സഭയെ സന്ദർശനം എടുക്കുകയാണ്. നമസ്കാരം. വളരെ സന്തോഷം നിറഞ്ഞൊരു മുഹൂർത്തത്തിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. കാരണം പാലക്കാട് ജില്ലയിലെ ഫിജിക്കാട്.കോമിന്റെ ആദ്യത്തെ സൂപ്പർ സ്റ്റോർ നമ്മുടെ ആരാധ്യനായ MLA ഷംസുദ്ദീൻ സർ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഈ ഒരു സമയത്ത് സാന്നിധ്യം കൊണ്ട് നമ്മളെ അനുഗ്രഹിച്ചിട്ടുള്ള നമ്മുടെ പഞ്ചായത്ത് മെമ്പർ ലക്ഷ്മിക്കുട്ടി മേഡം, അതേപോലെ തന്നെ വാർഡ് മെമ്പർ സഹദ് സാർ, അവർക്കും ഞാൻ എന്റെ സന്തോഷം പങ്കുവയ്ക്കാൻ അവരോടും കൂടെ. 2016 ഇന്ത്യയിൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിക്ക് കൃത്യമായ ഒരു നിയമസംഹിത കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന സമയം മുതൽ ഇന്ത്യയിലെ തന്നെ പ്രമുഖ ജ്വല്ലറി ബിസിനസ് ഗ്രൂപ്പായ ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ഗ്രൂപ്പ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഒരു കമ്പനി തുടങ്ങുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ ഇൻഡസ്ട്രിയിലേക്ക് കടക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുകയും അതിന്റെ ഭാഗമായി 2016 മുതൽ ദുബായിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഫിജിക്കാട്.കോം എന്ന് പറയുന്ന കമ്പനിയെ പാർട്ണർഷിപ്പോട് കൂടിയിട്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു.
2018 ജൂലൈ 8-നാണ് നമ്മുടെ അന്നത്തെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ തിലോത്തമൻ സാറ് ഫിജികാർഡ്.കോമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുണ്ടായിരുന്നത്. ആ വളരെ എളിയ രീതിയിൽ പ്രവർത്തനം ആരംഭിച്ച ഫിജികാർഡ്.കോം ഇന്ന് ഡയറക്ട് സെല്ലിങ്ങിനെയും അതേപോലെ തന്നെ ഇ കൊമേഴ്സിനെയും ഒരേ പ്ലാറ്റ്ഫോമിലേക്ക് കൈകോർത്തുകൊണ്ട് തൊഴിലില്ലായ്മ അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇന്ന് ഈ ഒരു സമയം വരെ ഏകദേശം 8 ലക്ഷത്തോളം ആളുകളിലേക്ക് അവരുടെ ജീവിത ഉപാധിയായിട്ടൊരു തൊഴിലവസരം എത്തിച്ചുകൊണ്ട് പ്രവർത്തനം തുടങ്ങി മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ പ്രവർത്തനത്തിന്റെ മികവാണ് ഇന്ന് നമ്മൾ നിൽക്കുന്ന ഈ സ്റ്റോർ എന്ന് പറയുന്നത്. 2018 പ്രവർത്തനം തുടങ്ങുന്ന സമയത്ത് നമ്മൾക്ക് ഒരു സ്റ്റോർ പോലും ഉണ്ടായിരുന്നില്ല. അവിടെ നിന്ന് ഇന്ന് നമ്മൾ സ്റ്റോറുകൾ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ സൂപ്പർ സ്റ്റോർ ആവുന്നു. അതോടുകൂടെ അതിന്റെ അടുത്ത നെക്സ്റ്റ് ലെവലായിട്ട് എക്സ്പ്രസ് സ്റ്റോറുകൾ, കുറച്ചുകൂടി വിപുലീകരിച്ചിട്ടുള്ള എക്സ്പ്രസ് സ്റ്റോറുകൾ വരുന്നു. അപ്പം ഈ ഒരു മണ്ണാർക്കാട് ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ഫിജി സൂപ്പർ സ്റ്റോർ വരും കാലഘട്ടങ്ങളിൽ തൊട്ടടുത്ത സമയത്ത് തന്നെ ഒരു എക്സ്പ്രസ് സ്റ്റോറായിട്ട് മാറാനുള്ള എല്ലാ പ്രാർത്ഥനയും ഈ സമയത്ത് പങ്കുവയ്ക്കുകയാണ്. വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ തൊഴിലില്ലായ്മയാണ് ഇന്ന് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയൊരു പ്രതിസന്ധി. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യൻ റെയിൽവേ ഒരു തൊഴിൽ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 65,000 പേർക്കുള്ള വേക്കൻസിക്ക് അപേക്ഷിച്ചിട്ടുള്ളത് 20 ലക്ഷം ആളുകളാണ്. ഈ 20 ലക്ഷം ആളുകളിൽ 4 ലക്ഷത്തിന് മുകളിൽ ഏകദേശം 4,80,000-ഓളം ആളുകൾ വളരെ ചെറിയ സാലറിയുള്ള ഈ ജോലിക്ക് അപേക്ഷിച്ചിട്ടുള്ളത് ഹൈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. അതിൽ തന്നെ 40,000 ആളുകൾ എന്ന് പറഞ്ഞത് MBAക്ക് മുകളിലേക്ക് വിദ്യാഭ്യാസ യോഗ്യതയോട് കൂടിയിട്ട് അപേക്ഷിച്ചിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഇത്തരത്തിൽ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളുകൾക്ക് പോലും തൊഴിലവസരങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഫിജികാർഡ്.കോം വളരെ എളിയ രീതിയിൽ നമ്മുടെ വീട്ടിലേക്കുള്ള നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങുന്ന ഒരു കൺസ്യൂമർ നെറ്റ്വർക്കിലൂടെ നമ്മൾ ആ ഒരു കാര്യങ്ങൾ പരിചയപ്പെടുത്തുന്നതിലൂടെ വളരെ വലിയ ഒരു വരുമാനം നേടാൻ നമ്മൾ സഹായിക്കുന്നുണ്ട്. എന്തായാലും ഇന്നിവിടെ തുടങ്ങിയ സ്റ്റോറിനും ഈ സ്റ്റോറിന്റെ ഭാരവാഹികൾക്കും എല്ലാവർക്കും എന്റെ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ സ്റ്റോറിന് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. വിശ്വാസം. അടുത്തതായി ഫിജിക്കാർഡ് നാഷണൽ സയൻസ് ടീം മാനേജർ മുഹമ്മദ് ബഷീർ അവരെ സ്നേഹത്തോട് ക്ഷണിക്കുകയാണ്. താങ്ക് യു. ബഹുമാനപ്പെട്ട നമ്മുടെ ഷംസുദ്ദീൻ സാർ, മാഡം, നല്ലൊരു സാർക്ക്, എൻ്റെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് വളരെ സന്തോഷമുണ്ട്. കാരണം കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ കൊണ്ട് പുതിയ ടെക്നോളജി ഇ കൊമേഴ്സ് എന്നുള്ള ഒരു സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് ഒരുപാട് തലങ്ങളിലേക്ക് ജനങ്ങൾക്ക് ഉപയോഗപ്രദമായുള്ള രീതിയിൽ ഫിജിക്കാർഡ്.കോം വളരുന്നു എന്നുള്ളത്. അപ്പൊ അതിൽ മണ്ണാർക്കാടും ഇങ്ങനെ ഒരു സ്റ്റോർ വന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. അപ്പം എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ഒരു കാര്യം, ഇതൊരു സാധാരണ സൂപ്പർ മാർക്കറ്റ് അല്ല ഇവിടെ ഓപ്പൺ ചെയ്ത്. സാധാരണ സൂപ്പർ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഓണേഴ്സിന് അല്ലെങ്കിൽ അത് ഓപ്പൺ ചെയ്യുന്നവർക്ക് മാത്രമേ അതിലൂടെ ഒരു ബെനിഫിറ്റ് കാര്യമായിട്ടുണ്ടാവാറുള്ളൂ. പക്ഷെ ഇവിടെ അതല്ല. ഫിജിക്കാർഡ്.കോം തുടങ്ങുന്ന ഏതൊരു സ്റ്റോറിലൂടെയും അത് ഏതൊരു ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും അതിലൂടെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ ആ ഒരു സിസ്റ്റം സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇത് സാധാരണ സ്റ്റോറല്ല, നമ്മുടെ എല്ലാവരുടെയും സ്റ്റോറാണ്. അപ്പൊ ഇതുവരെ നിങ്ങളുടെ സഹായ സഹകരണം ഉള്ളതുപോലെ തന്നെ ഇനിയും നിങ്ങളുടെ സഹായ സഹകരണം ഉണ്ടാവണം. ഇതിന് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച അശ്രക്കയും അതേപോലെ തന്നെ മറ്റെല്ലാവർക്കും എല്ലാവിധ സന്തോഷം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. വ്യാപാരി വ്യവസായി നേതാവ് നമ്മുടെ കുര്യൻ സാറിനെ സവിനയം സഹർഷം ക്ഷണിക്കുകയാണ്. ഇന്നത്തെ ഈ സംരംഭം ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ ബഹുമാനപ്പെട്ട പഞ്ചായത്തിന്റെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, ഫിജിക്കാർഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഇവിടുത്തെ ഉദ്യോഗസ്ഥരെ, സർവീസ് നൽകുന്ന ആൾക്കാരെ, ഈ പ്രദേശത്തെ നല്ലവരായ മാന്യ മിത്രങ്ങൾ, ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങുന്ന വിവരം ഇത് കണ്ടക്ട് ചെയ്യുന്ന എൻ്റെ കോർഡിനേറ്ററെ വിളിച്ച് പറഞ്ഞിരുന്നു. അതിൽ പങ്കെടുക്കാമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. ഗോപി ചെമ്മണ്ണൂർ സ്വർണ്ണക്കടയുമായിട്ട് തൃശ്ശൂരിൽ തുടങ്ങിയ ഒരു പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിന്റെ വളർച്ചയിൽ നിന്നാണ് ഒടുവിൽ അദ്ദേഹം ആതുര സേവനത്തിലേക്ക് കടന്നു വരുന്നത്. ഒടുവിൽ ആതുര സേവനത്തിന് നെറുകയിലെത്തിയപ്പോൾ അദ്ദേഹം വിളിച്ചു പറഞ്ഞൊരു വാചകം, സ്നേഹം കൊണ്ട് ലോകം കീഴടത്തു എന്നുള്ളൊരു പബ്ലിസിറ്റിയിലൂടെയാണ് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷമാണ് നിത്യോപയോഗ സാധനങ്ങൾക്ക് സ്വർണത്തേക്കാൾ മൂല്യം ഇന്നുണ്ടെന്ന് മനസ്സിലായത്. നമുക്കൊക്കെ ഈ കോവിഡ് കാലത്ത് അത് അനുഭവിക്കുമായിരുന്നതാണ്.
അങ്ങനെയായിരിക്കാം വിദേശ കമ്പനിയുമായിട്ട് ചേർന്നുകൊണ്ട് കേരളത്തിലും അതിൻ്റെതായ ശാഖകൾ തുടങ്ങി സാധാരണക്കാരുടെ ഇടയിലേക്ക് ഈ ഭക്ഷണ സാധനങ്ങളും അതുപോലെ എല്ലാം എത്തിക്കണമെന്ന ഒരു ചിന്ത വരികയും അതിന്റെ വളർച്ച നമ്മുടെ പ്രദേശത്തും കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തു. ഇത്തരുണത്തിൽ ഇവിടെ തുടങ്ങിയ ഈ സംരംഭത്തിന് കച്ചവടക്കാരായ ഞങ്ങളെപ്പോലുള്ള ചെറുകിട കച്ചവടക്കാർ ഇതേ ശൈലിയിലും ഇതേ രൂപത്തിലുമൊക്കെ മാറേണ്ട സമയമായിരിക്കുന്നു എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഞങ്ങൾ മനസ്സിലാക്കുകയും ഈ മാറ്റം ഞങ്ങളൊക്കെ ഏറ്റെടുക്കുവാനുള്ള സമയമായെന്നുള്ള ഒരു അറിയിപ്പ് കൂടിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ പ്രദേശത്തിന്റെ വളർച്ച, ഈ കച്ചവട സ്ഥാപനങ്ങളുടെ വളർച്ച, പ്രസ്ഥാനങ്ങൾ വരുന്നതിന്റെ വളർച്ച, പ്രദേശത്തിന്റെ മുഴുവൻ വളർച്ചയും അഭ്യർത്ഥിയും വരുന്ന സംഭവമാണ്. അതുകൊണ്ട് ഈ സംരംഭത്തിന് കുമരമ്പത്തൂർ വ്യാപാരി കൂട്ടായ്മയുടെ പേരിൽ ഇവിടെ കൂടിയിരിക്കുന്ന ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി സതീശനുണ്ട്, എക്സിക്യൂട്ടീവ് മെമ്പർ അഫ്സിയുണ്ട്, എല്ലാവരുടെയും പേരിൽ ഏറ്റവും നന്ദിയും സ്നേഹവും കടപ്പാടും എല്ലാ വിജയ ആശംസകളും ഞങ്ങളുടെ ഭാഗത്തു നിന്നും തമ്പുരാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സോണൽ സെയിൽസ് ടീം മാനേജർ ദിനേശ് ചന്ദ്രനം സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. നമസ്കാരം. വളരെ മനോഹരമായിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന് നമ്മൾ പറയുന്നത്. സാധാരണ ഒരു ഷോപ്പിന്റെ ഉദ്ഘാടനം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഷോപ്പ് കാണുവാനും അല്ലെങ്കിൽ ഷോപ്പിൽ എന്തുണ്ട് എന്ന് അറിയുവാനുമാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഫിജി സൂപ്പർ സ്റ്റോർ അല്ലെങ്കിൽ ഫിജി സ്റ്റോർ, ഫിജി കാർഡിന്റെ ഏതൊരു സംരംഭത്തിലും നമ്മൾ പങ്കെടുക്കുന്ന സമയത്ത് ജനങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഇതോടുകൂടി ഉണ്ടാകുന്നത് എന്ന കാര്യമാണ് എനിക്ക് ഏറ്റവും അഭിമാനത്തോടെ ഒരു ഫിജിഷ്യൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. ഇന്നിവിടെ വന്നിരിക്കുന്ന പലരും ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങളുള്ളവരാണ്. ആ സ്വപ്നങ്ങൾക്ക് ഓരോരോ ഇടങ്ങളിലും ഓൾ ഓവർ ഇന്ത്യ എല്ലാ ഇടങ്ങളിലും നമുക്ക് ഇതുപോലുള്ള ഫിജി സ്റ്റോറുകളും ഫിജി സൂപ്പർ സ്റ്റോറുകളും വന്നുകൊണ്ട് എന്താണോ നമ്മൾ ആഗ്രഹിച്ചത് ആ ഒരു രീതിയിൽ നമുക്ക് എത്താൻ കഴിയും. അതിന് ഇങ്ങനെയുള്ള സംരംഭങ്ങളിലൂടെ, പ്രത്യേകിച്ച് ഫിജി കാർഡ് ബിസിനസ്സിലൂടെ നമുക്ക് എല്ലാവർക്കും കഴിയും എന്ന് ഉറപ്പാണ്. എല്ലാവർക്കും ഇതുപോലുള്ള സംരംഭങ്ങളിലൂടെ, ഫിജി കാർഡിലൂടെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ, സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷു ഓൾ. ഇനി ആരെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കേണ്ട. നമ്മുടെ സംരംഭമാണ്, ആരും അടിച്ചോ ഒന്നും മാറിയോ നിങ്ങളുടെ കാര്യമില്ല. അതുൽ സാറെ സൗകര്യം ക്ഷണിക്കുന്നു. ഗുഡ് മോർണിംഗ് ആണ്. ഇവിടെ നിൽക്കുന്ന സമയത്ത് വളരെ എക്സൈറ്റഡ് ആണ്, ഒരുപാടധികം സന്തോഷത്തിലുമാണ്. കാരണം ഇന്ന് കേരളത്തിലെ 68ാമത് ഫിജി സ്റ്റോർ, അത് ഫിജി സൂപ്പർ സ്റ്റോർ ഇനാഗുറേഷൻ ഇവിടെ ബഹുമാന്യനായ MLA ശശീന്ദ്രൻ സാർ ഇവിടെ ഇനാഗുറേഷൻ ചെയ്തിരിക്കുകയാണ്. നമ്മളുടെ നാട്ടിലുള്ള മറ്റേതൊരു സൂപ്പർ സ്റ്റോർ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് ഇനാഗുറേഷൻ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഏതൊരു വ്യക്തിക്കും ഇവിടെ സന്തോഷിക്കാമെന്നുള്ളതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇവിടെ മനസ്സിലാക്കുന്ന ഒരു കാര്യം. കാരണം ഏതൊരു സൂപ്പർ മാർക്കറ്റിലേക്ക് വരുന്ന ഒരു കസ്റ്റമറിന് ഒരിക്കലും അവിടെ ഒരു കച്ചവടക്കാരനായി മാറാൻ സാധിക്കില്ല. ഒരു സൂപ്പർ മാർക്കറ്റിൽ സാധനം വാങ്ങാൻ വരുന്ന ഒരു കസ്റ്റമർക്ക് ഒരിക്കലും അവിടെ ഒരു കച്ചവടക്കാരനായി മാറാൻ സാധിക്കില്ല എന്നുള്ളതാണ്. പക്ഷേ fijicar.com-ലേക്ക് കടന്നു വരുന്ന ഏതൊരു കസ്റ്റമർക്കും ഒരു കച്ചവടക്കാരനായി മാറാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രാധാന്യം. ഞാൻ സപ്പോസ് ഇവിടെ മറ്റൊരു സൂപ്പർ മാർക്കറ്റിന്റെ ഇനാഗുറേഷനാണ് പോയിട്ടുള്ളെങ്കിൽ ആ സൂപ്പർ മാർക്കറ്റിലുള്ള പ്രൊഡക്റ്റുകളെല്ലാം തന്നെ ആ മുതലാളി വാങ്ങിച്ചു വെച്ചിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന് ലാഭം കൊടുക്കുന്ന പ്രൊഡക്റ്റുകളാണെങ്കിൽ ഇവിടെ ഈ കാണുന്ന എല്ലാ പ്രൊഡക്റ്റുകളും ഫിജിക്കാർഡ് അഫിലിയേറ്റ് ആയിട്ടുള്ള എന്റെ കൂടി പ്രൊഡക്റ്റുകളാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ. ഇത് നമ്മുടെ സ്ഥാപനമാണ്, മറ്റേത് മുതലാളിയുടെ സ്ഥാപനമാണ്. ഇതൊരു കൂട്ടായ്മയുടെ വിജയമാണ്. ഇവിടെ ഓരോ കസ്റ്റമറിനും അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ നേടിയെടുക്കാനുള്ള വലിയൊരു അവസരമാണ്. അത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു പറ്റം ജനതയാണ് എന്റെ ചുറ്റുപാടിലുള്ളതെന്നറിയാം. ഒരു നാടിന്റെ വലിയ വിജയത്തിലേക്ക് അല്ലെങ്കിൽ ഒരു വലിയ അഭിവൃദ്ധിയിലേക്ക് അഷ്റഫ് സാർ മുൻകൈയെടുത്തൽ സ്പെഷ്യൽ കൺഗ്രാറ്റുലേഷൻ ഞാൻ ഈ വേളയിൽ അറിയിക്കുകയാണ്. അതിനാണ് ഒരു ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു കാര്യം ഏറ്റെടുക്കാൻ ഒരു ധൈര്യം വേണം.
അത് മുന്നോട്ട് നയിക്കാൻ ഒരു ധൈര്യം വേണം. അത്തരത്തിലുള്ള ഒരു വലിയ ലീഡറെ കൂടി നമുക്ക് ഈ നാടിനും ഈ ഫിജി കാർഡിനും ലഭിച്ചിരിക്കുകയാണ്. അതിൽ ഒരുപാട് എക്സൈറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനത്തിലേക്ക് ഇന്നല്ല നാളുകളിലും നിങ്ങളുടെ തിരിച്ചുവരവും നാളുകളിലും നിങ്ങളുടെ പർച്ചേസും ഓരോ പ്രൊഡക്റ്റ് കാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഓപ്ഷൻ ഈ സ്റ്റോറും കൂടി കൊടുക്കുന്നതിൽ നിങ്ങളുടെ ശ്രദ്ധ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ സ്റ്റോറിന് എല്ലാവിധ ആശംസകളും ഒരു തവണ കൂടി നേർന്നുകൊണ്ട് നിർത്തുന്നു. അതും ചെയ്യാൻ താങ്ക് യു. സോണൽ സെയിൽസ് മാനേജറാണ് അതുൽ ജയസ്. അദ്ദേഹത്തിന് പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. അടുത്തതായി പ്രിൻസ് PS, അദ്ദേഹവും സോണൽ സെയിൽസ് മാനേജറാണ്. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. വളരെയധികം സന്തോഷമുള്ളത് പാലക്കാട്ടുകാരെ സംബന്ധിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, മണ്ണാർക്കാടിൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെയല്ല ഏറ്റവും മികച്ച ഒരു ഫിജി സൂപ്പർ സ്റ്റോർ ഏതാണെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ അത് പാലക്കാടിന് സ്വന്തമാണ്. വളരെ 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 അഭിമാനം തോന്നുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ അഷറഫ് സാർ, ഒരുപക്ഷെ ഒരുപാട് തൊഴിൽ രഹിതരായിട്ടുള്ള ആളുകൾ, ഒരുപാട് വീട്ടമ്മമാര് ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ നാട്ടിലുള്ള ഒരുപാട് വ്യക്തികൾ, മറ്റു പല മേഖലയിൽ നിന്നുള്ള ആളുകളൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പക്ഷെ ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും ഇന്ന് ഫിജി കാർഡ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഇന്നൊരു ഞാൻ എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഗവൺമെന്റ് ജോലിയിൽ നിന്നാണ് ഈ പ്രൊജക്റ്റിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇന്ന് ഓൾ ഓവർ ഇന്ത്യയിൽ തന്നെ 38ാമത്തെ പോസ്റ്റിൽ നിന്ന് വർക്ക് ചെയ്യാണ്. ഒരുപാട് സാധാരണക്കാർ ജോലി ചെയ്യുന്ന ആളുകൾ എന്നോടൊക്കെ പറയാനുള്ളത് ഈ കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അത് നിങ്ങളുടെ കൺമുന്നിൽ കണ്ടുകൊണ്ട് ഇതിന്റെ പേര് പോലെ തന്നെ ഫിജി കാർഡ് എന്നുള്ളത് ഫിസിക്കലായിട്ടും ഡിജിറ്റലായിട്ടും ആമസോണിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നും വളരെ വ്യത്യസ്തമായിക്കൊണ്ട് വളരെ സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് കുടുംബങ്ങളിലേക്ക് മാസ വരുമാനം എന്നുള്ള രീതിയിൽ വാങ്ങിക്കൊണ്ട് എനിക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതിന്റെ സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് നാളുകളിലേക്ക് നമുക്ക് വലിയ ഈ ഫിജി സ്റ്റോർ സൂപ്പർ സ്റ്റോറിനെ എക്സ്പ്രസ് സ്റ്റോറിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ട് വിത്തിൻ മാസത്തിനുള്ളിൽ തന്നെ അതിലേക്ക് മാറാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവിധ വിജയാശംസകളും ഈ ഒരു അവസരത്തിൽ നേർന്നുകൊണ്ട് എനിക്കിവിടെ എത്തിച്ചേർന്നവരൊക്കെ പറയാനുള്ള ഈ സൂപ്പർ സ്റ്റോറിൽ സാറ് എവിടെ എത്ര കിലോമീറ്റർ ദൂരെയാണെങ്കിൽ പോലും അതിലുള്ള ഹോം ഡെലിവറി സിസ്റ്റങ്ങളൊക്കെ അവൈലബിൾ ആണ്. നിങ്ങളെ വീട്ടിലിരുന്നു കൊണ്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ ഹവേഴ്സിനുള്ളിൽ നമ്മളെ നിത്യോപയോഗ സാധനങ്ങളൊക്കെ എത്തുന്ന രീതിയിലേക്കാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതൊക്കെ വളരെ അഭിമാനം തോന്നി ഈ ഒരു അവസരത്തിൽ. ഓക്കെ, എന്തായാലും എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി ഈ സൂപ്പർ സ്റ്റോർ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു. അടുത്തതായി സോണൽ സെയിൽസ് ടീം മാനേജറാണ് പൂജ ജയകുമാർ അവരുടെ സൗകര്യം സ്നേഹത്തോടുകൂടി ക്ഷണിക്കുകയാണ്. ഇന്ന് ഒട്ടനവധി ലീഡേഴ്സ് ഇന്നിവിടെ സന്നിധരാണ്. പ്രത്യേകം അതിന് ഒരുപാട് നന്ദിയുണ്ട്. അടുത്തതായി സംസാരിക്കുന്നത് സോണൽ സെയിൽസ് ടീം മാനേജർ പൂജ ജയകുമാർ മാഡമാണ്. താങ്ക് യു ഓൾ. ഒരുപാട് സന്തോഷം. കുറച്ച് ബ്ലോക്കിലൊക്കെ പെട്ടതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിപ്പോയി എത്താൻ. എല്ലാവർക്കും അറിയാവുന്ന എന്താ പറയുക, ഒരുപാട് അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണ്. ഞാൻ പാലക്കാട്ടുകാരിയാണ്. പാലക്കാടിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റോറാണ്. ഒരുപാട് സന്തോഷം. നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ശരിക്കും ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഞാൻ 1 വർഷവും 4 മാസവും ഇതിനകത്ത് ജോയിൻ ചെയ്തത്. അന്ന് പാലക്കാട് ഒരു പിക്കപ്പ് സ്റ്റോർ പോലും ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇന്ന് ഒരുപാട് അപ്ഡേറ്റ്സ്, ഒരു കൊല്ലത്തിന് ഇപ്പുറം നോക്കുവാണെങ്കിൽ നമുക്ക് 2 പിക്കപ്പ് സ്റ്റോറും അതുപോലെ തന്നെ ഇതുപോലൊരു വലിയൊരു സൂപ്പർ സ്റ്റോറും ഞങ്ങളെല്ലാവർക്കും സ്വപ്നമായിരുന്നു. സമയത്ത് അറിയാനേ നമ്മൾ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് ഫോട്ടോ കാണിക്കേണ്ട അവസരത്തിൽ ഇന്ന് നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഒരുപാട് അഭിമാനം. ഭാഗമാകാൻ കഴിഞ്ഞതിലും ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും അതേപോലെ ഈ ഒരു സൂപ്പർ സ്റ്റോറിന് തന്നെ എന്താ പറയാ അഭിനന്ദനങ്ങൾ നേർന്നുകൊള്ളുന്നു. അതുപോലെ തന്നെ ഫിജി കാർഡ് എന്ന കമ്പനിയെ പറ്റിയിട്ടില്ല ഞാൻ കാര്യമായിട്ടൊന്നും പറയണമെന്നില്ല. ദിവസം തോറും അപ്ഡേറ്റ്സ് ആണ്. എല്ലാ ദിവസവും അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ആ ഒരു അപ്ഡേഷൻസിന്റെ ഭാഗമായി നമുക്കും അതിനൊപ്പം ചേർന്ന് വന്ന് എല്ലാ വിജയത്തിലേക്കും എത്താൻ കഴിയട്ടെ എന്ന് എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. അടുത്തതായി റസാഖ് സാറെ സഭയെ ക്ഷണിക്കുന്നു. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു ഡിസ്ട്രിബ്യൂട്ടറോ ലീഡറോ ഒന്നുമല്ല. ഞാൻ എന്റെ സുഹൃത്ത് അഷ്റഫ്, ഞങ്ങൾ സൗദി അറേബ്യയിൽ ഒരുപാട് വർഷം വന്നിട്ടുണ്ടായിട്ടുണ്ട്. ഇവിടെ എന്റെ വീട് കുറച്ച് 3 കിലോമീറ്റർ അപ്പുറത്താണ്. അപ്പൊ ഇന്നിവിടെ ഇങ്ങനെ ഒരു സംരംഭം ഉദ്ഘാടനം ഉണ്ടെന്ന് ഇന്നലെ വിളിച്ച് പറഞ്ഞപ്പോൾ അതിനുവേണ്ടി വന്നതാണ്. ഏതായിരുന്നാലും എന്റെ സുഹൃത്ത് ഈ മണ്ണാർക്കാട് മണ്ഡലത്തില് അരിയൂരി എന്നുപോലുള്ള സ്ഥലത്ത് ഇത്തരത്തിലുള്ള ഒരു സ്റ്റോർ തുടങ്ങാനായിട്ട്
കാണിച്ച ഗഡ്സിനെ, ധൈര്യത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അപ്പോ ഇപ്പൊ കണ്ടു കഴിഞ്ഞപ്പോ ഇവിടെ ഉള്ളതൊക്കെ ലീഡേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഒക്കെയാണ്. ഇൻഷാ അല്ലാഹ് നാളെ ഞാനും ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആവും. എല്ലാവരുടെ വിജയാർത്ഥികളും അടുത്തതായി സെയിൽസ് ഡെവലപ്മെന്റ് മാനേജർ ലിനേഷ് പി അവരുടെ സാഹചര്യം സ്വാഗതം ക്ഷണിക്കുന്നു. ലിനേഷ് പി. ഈ ഒരു അവസരത്തിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പം അശ്വത് സാറ് എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു കസ്റ്റമറായിരുന്നു. ഞാൻ കോപ്പി ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് സാറിന് ഫോട്ടോഗ്രാഫി കൊടുത്തുകൊണ്ട് പരിചയപ്പെട്ട് ഒരു 3 വർഷക്കാലം മുമ്പ് ഈ ഒരു ഫീൽഡിലും മുമ്പ് ഞങ്ങൾ പരിചയപ്പെടുന്നതാണ്. അപ്പം ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന കൊറോണ കാലഘട്ടത്തിലാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് അശ്വത് സാറിനെ ഞാൻ ക്ഷണിക്കുന്നത്. ഒരു പ്രവാസിയായിരുന്നു മാത്രമേ എനിക്കറിയാവുന്നുള്ളൂ. ഇതുപോലെ ഒരു സൂപ്പർ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യാനുള്ള ആ ഒരു സാമ്പത്തിക ഭദ്രത സാറിനുണ്ടോ എനിക്ക് ഒന്നും എനിക്കറിഞ്ഞിട്ടല്ല. ജസ്റ്റ് ഒന്ന് ഇൻവൈറ്റ് ചെയ്തു. ചെറിയൊരു 100 പോയിന്റ് വാല്യുള്ള പ്രൊഡക്റ്റ് എടുത്തുകൊണ്ടൊരു ബിസിനസ് സ്റ്റോറിന്റെ ഓണറായിട്ട് അദ്ദേഹം മാറി. അതുപോലെ തന്നെ ഇന്ന് അദ്ദേഹം ഒരു സൂപ്പർ സ്റ്റോറിന്റെ ഓണർ കൂടെയായിട്ട് മാറുകയാണ്. വളരെയധികം സന്തോഷമുണ്ട്. കാരണം സാർ ഈ ഒരു ഫംഗ്ഷൻ, അതായത് ഈ ഒരു ഫിജിക്കാരുടെ ബിസിനസ് അവസരത്തിലേക്ക് വിളിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ആവുന്നോ, ഇതുപോലെ വലിയ വലിയ ഒരു സ്വപ്നത്തിലേക്ക് ഒരുപാട് ആളുകളുടെ സ്വപ്നങ്ങളിലേക്ക് കൈപിടിച്ച് ഉയർത്താൻ സ്ഥലമുള്ള ആളുകളെ കൂടെ നിൽക്കുമെന്നോ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല. ജസ്റ്റ് ഒരു അവസരം ഒന്നും മുമ്പിൽ പറഞ്ഞു തന്നുള്ളൂ. ഇന്ന് 100 കണക്കിന് കുടുംബങ്ങളിൽ, 1000 കുടുംബങ്ങളിൽ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് വരുന്ന ആളുകൾക്ക് ഏറ്റവും നല്ലൊരു കൺസെപ്റ്റാണ് ഫിജിക്കാർട്ട് ഓഫർ ചെയ്യുന്നതെന്ന് എനിക്ക് കണ്ടു മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് ഇവിടെ ഒരുങ്ങിയിരിക്കുന്നത്. കാരണം ഇന്ത്യ ഒട്ടാകെ 3000-ഓളം സൂപ്പർ മാർക്കറ്റുകൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഫിജിക്കാർട്ടിൽ നിന്ന്. അപ്പോൾ ഫിജിക്കാർട്ട് ഒരു സൂപ്പർ സ്റ്റോർ ഓണറായിട്ട് നമുക്ക് മാറാനുള്ള ഒരു അവസരം, അതാണ് ഈ കമ്പനി നമുക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നത്. ഇവിടെ കാണുന്ന നിത്യോപയോഗ സാധനങ്ങൾ, ഏതെങ്കിലുമൊക്കെ പ്രൊഡക്റ്റുകൾ എടുത്തുകൊണ്ട് ഒരു 100 പോയിന്റ് വാല്യുള്ള ഒരു പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ കമ്പനിയുടെ ഒരു ഓണറായിട്ട് നിങ്ങൾക്ക് മാറാമെന്നാണ് ഇതിന്റെ മനസ്സിലാക്കുന്നത്. ഒരു പാർട്ണർ സ്റ്റോറാണ് കമ്പനി നമുക്ക് ഓഫർ ചെയ്യുന്നത്. ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉപയോഗപ്പെടുത്തിയ ആളുകൾ, ഇവിടെ സാധാരണക്കാരായ ആളുകളെല്ലാം ഇന്നും സഞ്ചരിക്കുന്ന നമ്മുടെ സാർ ഇവിടെയുണ്ട്. അതുപോലെ കമ്പനിയുടെ ടോപ്പ് ലീഡേഴ്സായിട്ട് ബിൽ സാറ്, അതുപോലെ നാഷണൽ സെയിൽസ് ടീം മാനേജർ ബഷീർ സാറ്, ഇവരൊക്കെ വന്നിരിക്കുന്ന വാഹനങ്ങൾ കണ്ടത് തന്നെ നമുക്കറിയാം വളരെ സാധാരണക്കാരായിരുന്നു. അവർക്കെല്ലാം അവരുടെ ജീവിതത്തിൽ അവരുടെ സ്വപ്നങ്ങൾ, അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ പ്രതീക്ഷകൾ എല്ലാം നേടിക്കൊടുക്കാൻ ഫിജിക്കാർട്ടിലൂടെ കഴിഞ്ഞു എന്നുള്ളത് വളരെ അഭിമാനകരമായ കാര്യമാണ്. ഗോപിച്ചന്ദ്രൻ സാർ നമുക്ക് മുമ്പിൽ ഓഫർ ചെയ്തിരിക്കുന്ന ഈ ഒരു ബിസിനസ് നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ നമ്മൾ ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ട സ്വപ്നങ്ങൾ നമ്മളെ തേടി വരുന്ന നിമിഷങ്ങളാണ് വരാൻ പോകുന്നതെന്ന് എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ ഒരു പ്രൊജക്റ്റിലേക്ക് ആത്മാർത്ഥമായി ക്ഷണിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു എനിക്ക് തന്ന അവസരം, അശ്വസാറിന് ഈ ഒരു സ്റ്റോർ പരിചയപ്പെടുത്തി തരാൻ സർവേസ് എനിക്ക് തന്ന ആ ഒരു നിമിഷത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഓരോരുത്തരെയും ഈ ബിസിനസ്സിൽ ടീം മാനേജർ അഞ്ജന മേഡത്തെ സൗകര്യം സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. വളരെ സന്തോഷമുണ്ട് ഇന്നത്തെ ഈ ഒരു ഇനോഗ്രേഷൻ സെക്ഷൻ എത്താൻ സാധിച്ചത്. അതിലുപരി ഞാൻ 8 മാസത്തോളായിട്ട് ഈ ഒരു കൺസെപ്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ആ ഒരു ദിവസം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല എന്നെ പോലുള്ള ഒരാൾക്ക്, അല്ലെങ്കിൽ എനിക്ക് ഇതുപോലെ ഒന്ന് സാധിക്കുമെന്നുള്ളത്. ഇന്ന് നോക്കുന്ന അവസരത്തിൽ ഒരു 6 മാസം കൊണ്ട് ഡിവിഷണൽ സെയിൽസ് മാനേജർ ആകുന്നതിലുപരി ഇന്ന് എന്റെ കൂടെ വന്നിട്ടുള്ള ഒരു പാർട്ണറാണ് ഇന്ന് ഈ ഒരു ശരിക്കും അഭിമാനിക്കുന്ന ആ ഒരു നിമിഷം തന്നെയാണ്. കാരണം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക, ഇന്ന് ഇവിടെ സംസാരിച്ചിട്ടുള്ള ആളുകളൊക്കെ അല്ലെ വലിയ ആളുകളാണ്, അല്ലെങ്കിൽ വലിയ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്ന അവസരത്തിൽ നിങ്ങൾ ഓർക്കുക, നിങ്ങളെപ്പോലെ ഇതുപോലെ പുറകിൽ നിന്നിട്ടുള്ള ആളായിരുന്നു ഞാനും. ഇന്ന് എന്നെ കൊണ്ടൊക്കെ ഇത് സാധിക്കുന്നുണ്ടെങ്കിൽ അന്ന് ഈ ഒരു സൂപ്പർ സ്റ്റോർ അല്ലെ എന്നെ കൊണ്ട് സാധിക്കും എന്നതിനുപരി നമ്മളെ പാർട്ട്ണർ ആയിട്ടുള്ള ഒരാളെ കൊണ്ട് സാധിച്ചാൽ മതി അല്ലെ. അതാണ് നമ്മൾ ഈ ഒരു ബിസിനസ് എന്ന് പറയുന്നത്. നമ്മൾ ഒറ്റയ്ക്കല്ല ഇവിടെ ഓടുന്നത്. ഇന്നിപ്പോ അതിൽ സാറും അതുപോലെ തന്നെ എല്ലാ ലീഡേഴ്സും പറഞ്ഞു, നമ്മൾ ഒറ്റയ്ക്കല്ല, അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും സ്റ്റോറാണിത്. ബാക്കി സ്റ്റോറുകളിൽ നിന്നും അല്ലെങ്കിൽ ഒരു പുറത്ത് ഒരു കടയിൽ നിന്നും വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത് അത് തന്നെയാണ്. അവിടെ അവരാണ് പ്രോഫിറ്റ് പോകുന്നതെങ്കിൽ ഇവിടെ നമ്മുടെ ഓരോരുത്തരുടെയും അക്കൗണ്ടിലേക്കാണ് ഈ ഓരോ പ്രൊഡക്റ്റിന്റെയും പ്രോഫിറ്റ് വരുന്നതെന്നുള്ളത് തന്നെയാണ് മറ്റുള്ളവരിൽ നിന്ന് നമ്മളെ വ്യത്യസ്തമാക്കുന്നതെന്നുള്ളതാണ്. അപ്പൊ ഇന്ന് പാർട്ട്നേഴ്സ് ആയിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ ഇനി നമ്മളെ കൂടെ ഇതിലേക്ക് പുതിയതായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ വന്നിട്ടുള്ള ആളുകളും ഉണ്ടാവും. നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക, പൂജ മേഡം പറഞ്ഞതുപോലെ ദിവസവും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സാണ് നമ്മുടേത്. ഭാവി എന്താണെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും ആകാത്ത രീതിയിലേക്കാണ് വളർച്ച. അപ്പൊ എല്ലാവരും മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവർക്കും വലിയ വിജയങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ അശ്വത് സാറിന്റെ വലിയൊരു വിശ്വസ് അറിയിച്ചുകൊണ്ട് അത് നിർത്തുന്നു. താങ്ക് യു. അടുത്തതായി ഡിവിഷണൽ സെയിൽസ് ടീം മാനേജർ തന്നെയാണ് ബബീഷ് അവരുടെ സമയം ക്ഷണിക്കുന്നു. താങ്ക് യു സാർ.
എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഏകദേശം അഞ്ജനമയം പറഞ്ഞതുപോലെ തന്നെ ഒരു വർഷം ആവുന്നതാണ് ഈ ഒരു കൺസെപ്റ്റുമായി ജോയിൻ ചെയ്തിട്ട്. വളരെ സാധാരണക്കാരനായ ഓരോ വ്യക്തിക്കും നമ്മുടെ കയ്യിൽ പണമില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിലേക്ക് നമ്മൾ പിന്തള്ളപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ കൂടെ വരുന്ന ഓരോ വ്യക്തിയും കൈപിടിച്ച് ഉയർത്തിക്കൊണ്ട് വലിയൊരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്കും വലിയൊരു ഓപ്പർച്യൂണിറ്റിയിലേക്കും കൈപിടിച്ചെടുത്ത നമ്മുടെ ബോബി സാറിനും നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സിനൊക്കെ ഒരുപാട് നന്ദി അറിയിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ. അതേപോലെ തന്നെ ഒരുപാട് കാലം പ്രവാസിയായി നിന്നിരുന്ന നമ്മുടെ അഷറഫ് സാർ ജീവിതത്തിൽ രണ്ടറ്റവും കൂട്ടിമുട്ടിക്ക് അദ്ദേഹം കഷ്ടപ്പെട്ടിരുന്ന ഒരു അവസരത്തിൽ എല്ലാ അദ്ദേഹത്തിന്റെ സമ്പാദ്യവും ഇന്ന് അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിൽ ഉപയോഗപ്പെടുത്തി ഇവിടെയുള്ള ഗവൺമെന്റ് ടാക്സ് കൊടുത്തുകൊണ്ട് ഇവിടെയുള്ള ജനങ്ങൾക്ക് അവസരം കൊടുത്തുകൊണ്ട് വലിയ രീതിയിൽ മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അദ്ദേഹത്തിന് അതിന്റെ പേര് വലിയൊരു വിശ്വാസം അറിയിക്കുകയാണ്. അപ്പം ഏറ്റവും വലിയ രീതിയിൽ ഈ ഒരു ബിസിനസ് മുന്നോട്ട് പോകട്ടെ, എത്രയും പെട്ടെന്ന് ഇതൊരു പിജി എക്സ്പ്രസ് ആയി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു. താങ്ക് യു ബലീഷ് സർ. ഡിവിഷണൽ സെയിൽസ് ടീം മാനേജറായ അൻഫാദിനെ സഹർഷം ക്ഷണിക്കുന്നു. താങ്ക് യു. വളരെ വളരെ സന്തോഷത്തിലാണ്. കാരണം നേരത്തെ അഞ്ജനോടം പറഞ്ഞതുപോലെ ഒരു 6 മാസം മുന്നേ നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള അഷറഫ് സാറ് അന്ന് നമ്മുടെ ടീമിന്റെ സാറിന്റെ ഒരു ഗ്രൂപ്പിന്റെ ഇനാഗ്രേഷനിൽ എനിക്ക് കയറാൻ സാധിച്ചു. ഇന്ന് ആ ഒരു സമയത്ത് ആ ഒരു വ്യക്തിയുടെ സ്റ്റോർ ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചതൊക്കെ വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. വളരെ സാധാരണക്കാരായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. സാറിനെ പോലെ തന്നെ ഒരു പ്രവാസിയായി മുന്നോട്ട് പോകുന്ന ഒരു അവസരത്തിലാണ് ഈ ഒരു കൺസെപ്റ്റ് ഏറ്റെടുക്കുന്നത്. ഒരു വർഷം തികഞ്ഞേ ഉള്ളൂ ഈ ഒരു കൺസെപ്റ്റിലേക്ക് വന്നിട്ട്. അപ്പോൾ ഒരു സാധാരണക്കാരായിട്ടുള്ള എനിക്ക് ഒരു ബിസിനസ് തുടങ്ങാൻ ഒരു അവസരം ലഭിച്ചത് സാറിലൂടെയാണ്. അതുപോലെ തന്നെ ഏറ്റവും കടപ്പെട്ടിരിക്കുന്ന അതുൽ സാറ്, അഞ്ജന മാഡം, അതുപോലെ ഒരുപാട് വ്യക്തികൾ, അതുപോലെ അഷറഫ് സാറ്. അപ്പൊ ഈ വ്യക്തികളിലൂടെയൊക്കെ ഈ ഒരു കൺസെപ്റ്റിലൂടെ നമുക്ക് ഈ ഒരു രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പേരാണ് fujika.com എന്നത്. അപ്പം ഇവിടെ ഈ ഒരു കൺസെപ്റ്റിനെ കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇതിലൂടെ എന്താണ് ലഭിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങളെ ഇവിടെ എത്തിച്ചവരോട് നിങ്ങൾ കൃത്യമായി ചോദിക്കുക. അതുപോലെ തന്നെ ഇതിന് സാധ്യത മനസ്സിലാക്കുക. ഇവിടെ ഈ ഒരു സൂപ്പർ സ്റ്റോർ അതുൽ സാർ പറഞ്ഞതുപോലെ നമ്മുടെ സൂപ്പർ സ്റ്റോർ ആണ്, നമ്മളുടെ കടയാണ് എന്നുള്ള ഒരു വിശ്വാസമാണ് നമുക്കുള്ളത്. അതുപോലെ തന്നെ ഏതൊരു പ്രൊഡക്റ്റും ഇവിടെ പർച്ചേസ് ചെയ്യപ്പെടുന്ന സമയത്ത് ഒരുപാട് പേരിലേക്ക് അതിന്റെ ബെനിഫിറ്റ് എത്തുന്നു എന്നുള്ളതാണ്. അപ്പൊ കൂടുതലൊന്നും പറയുന്നില്ല. അപ്പം അഷറഫ് സാറിന് എല്ലാവിധ ഭാഗങ്ങളും നേർന്നുകൊണ്ട് ഈ ഒരു പ്രസ്ഥാനം ഇനിയും വലിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. അടുത്തതായി ആദ്യ വിൽപ്പന എന്നൊരു ചർച്ച ഇവിടെ നടക്കുവാൻ പോകുന്നത്. ആദ്യ പർച്ചേസ് ചെയ്യുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കനായ ഫിജിക്കാട് നാഷണൽ സെയിൽസ് ടീം മാനേജർ പ്രജേഷ് നായർ കൂടി അവരുകളാണ്. അദ്ദേഹത്തിന് പ്രൊഡക്റ്റ് കൊടുക്കുന്നത് ഈ ഫിജി സ്റ്റോറിന്റെ ഓണർ അഷറഫ് അക്ക അവരുകളാണ്. ജയതയും കൊടുക്കുന്നത്. കുറച്ച് സെയിൽ നടക്കുകയാണ്. താങ്ക് യു സർ. താങ്ക് യു അഷറഫ്. താങ്ക് യു പ്രജീഷ് സർ. ഇനി ആരെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ മുന്നോട്ട് വരാട്ട. ഇത് നമ്മുടെ സ്ഥാപനമാണ്, ആർക്ക് വേണമെങ്കിലും സംസാരിക്കാം. സ്നേഹം കൊണ്ട് ലോകം കീഴടക്കുന്ന ബഹുമാന്യനായ ഒരു വ്യക്തിയാണ് നമുക്കറിയാം ബോബി ചെമ്മണ്ണൂർ കോച്ച്. അദ്ദേഹം സ്നേഹം കൊണ്ട് ലോകം കീഴടക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും തന്നെ അതേ മുദ്രാവാക്യം പിന്തുടർന്നുകൊണ്ട് സ്നേഹം കൊണ്ട് ലോകം കീഴടക്കിക്കൊണ്ട് മുന്നേറുകയാണ്. ആരും തന്നെ മടിച്ചു നിൽക്കരുത്, ആർക്ക് വേണമെങ്കിലും സംസാരിക്കാം. അടുത്തതായി സലാം സാറിനെ സഹർഷം ക്ഷണിക്കുന്നു. ഹലോ, നമസ്കാരം. ഇവിടെ ഒരു സൂപ്പർ സ്റ്റോർ വന്നു.
ഒരുപക്ഷെ അഞ്ജന മേഡമൊക്കെ പറഞ്ഞതുപോലെ തന്നെ, അല്ലെങ്കിൽ പൂജ മേഡം പറഞ്ഞതുപോലെ, ഈ ഒരു പാലക്കാട് ഒരു സൂപ്പർ സ്റ്റോർ വന്നപ്പോൾ ആ സമയത്ത് നമ്മൾ ഇതിൽ ജോയിൻ ചെയ്ത സമയത്ത് ഒരു സൂപ്പർ സ്റ്റോർ കാണിച്ചു കൊടുക്കാൻ ഞങ്ങൾ ഫോട്ടോയാണ് തെരഞ്ഞു നടന്നത്. ഒരു പിക്കറ്റ് സ്റ്റോറിന്റെ ഫോട്ടോയാണ് കാണിച്ചു കൊടുത്തത്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇന്ന് നാടുടനീളം കേരളത്തിലുടനീളം എക്സ്പെക്ടേഷൻ ഉണ്ട്. കേരളത്തിലുടനീളം സൂപ്പർ സ്റ്റോറും ഫിജി സ്റ്റോറും സൂപ്പർ എക്സ്പ്രസുകളും വരുന്ന വലിയൊരു പ്രസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുന്ന ഫിജി സ്റ്റാർട്ട് എന്നൊരു വലിയൊരു കമ്പനി. ഒരുപക്ഷെ എല്ലാവരും പറഞ്ഞതുപോലെ നമ്മൾ പ്രതീക്ഷിക്കുന്ന സ്വപ്നം കാണുന്നതിന് അപ്പുറം നമ്മളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ കഴിയുള്ള വലിയൊരു പ്രസ്ഥാനത്തിന്റെ പാർട്ട്നേഴ്സാണ് ഇവിടെ നിൽക്കുന്നത് എന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. ഇല്ലെങ്കിൽ അതുണ്ടായിരിക്കണം. നാളെ നമ്മളുടെ ജീവിതത്തിൽ എല്ലാ സ്വപ്നങ്ങളും പൂവണിയുന്ന വലിയൊരു പ്രസ്ഥാനമാണ് ഫിജി കാർഡ്. അതുപോലെ തന്നെ ഇതിൽ ഈ ഫിജി കാർഡിൽ വന്നതിന് അന്ന് മുതൽ ഉള്ള ഒരു ബന്ധമാണ് ഇതിന്റെ ഓണർ അഷ്റഫ് സാറുമായിട്ട്. അദ്ദേഹത്തിന്റെ പേഴ്സണലായ സംശയങ്ങൾ എന്നോടും എന്റെ സംശയങ്ങൾ അദ്ദേഹത്തോടും ക്ലിയർ ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു വളർന്നത്. അന്ന് മുതൽ അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ആഗ്രഹമാണ് സൂപ്പർ സ്റ്റോർ ഇടണമെന്നുള്ളത്. അത് സർവശക്തൻ അത് അനുഗ്രഹിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് അത് സഫലമായിരിക്കുകയാണ്. എല്ലാ ഭാവങ്ങളും എല്ലാ ആശംസകളും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ ഒരു ചെറിയ പ്രസംഗം നിർത്തുന്നു. നമസ്കാരം. താങ്ക് യു. അടുത്തതായി സെയിൽസ് മാനേജർ ശ്രീരാജ് അവർകളെ ക്ഷണിക്കുകയാണ്. ഇന്നിവിടെ നമ്മളെല്ലാവരും കൂടിയിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ ഫിജി സ്റ്റോർ ആയിട്ടാണ് മൈക്ക് പിടിക്കുന്നത്. അതിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ കോഴിക്കോടുകാരനാണ്. അതുകൊണ്ട് ഈ പാലക്കാട് എന്ന് പറയുന്ന ഒരു മണ്ണാർക്കാട് ഈ ഒരു സ്ഥലത്തെത്തിയത് നമ്മുടെ സുഹൃത്തായിട്ടുള്ള അശോക് സാറിന്റെ ഏറ്റവും പുതിയൊരു ബിസിനസ് പാർട്ണർഷിപ്പായിട്ടുള്ള ഈ ഫിജി കാർഡ് എന്ന് പറയുന്ന ഒരു സ്റ്റോറിന്റെ ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇന്ന് നമുക്ക് അറിയാം, ഏതൊരു സാധാരണക്കാരനും യാതൊരു മുതൽ മുടക്കോ കാര്യങ്ങളോ ഇല്ലാതെ തന്നെ ഒരു എന്റർപ്രണർ ആവാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ് ഫിജി കാർഡ്. അതിലുപരി തന്നെ സൗത്ത് ഇന്ത്യയിലെ 1ാമത്തെ നമ്പർ, അതേപോലെ ഓൾ ഇന്ത്യ റാങ്കിൽ നമുക്കൊരു 6ാമത്തെ 7ാമത്തെ റാങ്കിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഫിജി കാർഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പാലക്കാട് ജില്ലയിലെ ഏറ്റവും വലിയൊരു സൂപ്പർ സ്റ്റോറിന്റെ ഉദ്ഘാടനമാണ് നമുക്കിവിടെ നടന്നത്. അതേകൂടെ തന്നെ സാറിന്റെ ഈ ഒരു ബിസിനസ് പല ഘട്ടങ്ങളിലേക്കും വളരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിനും വസ്തു സാറിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തിയാണ്. നന്ദി. താങ്ക് യു സർ. അടുത്ത ആരെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ മുന്നോട്ട് വരണം. ഇല്ലെങ്കിൽ നന്ദി പ്രകാശിച്ചുകൊണ്ട് ഡിവിഷണൽ സെയിൽസ് മാനേജർ എക്സിക്യൂട്ടീവ് അമീൻ അവരെ ക്ഷണിക്കുന്നു. താങ്ക് യു സാർ. വളരെയധികം സന്തോഷം. ഈ ഒരു സമയത്ത് എൻ്റെ ഒരു മലപ്പുറമാണ്. ഈ ഒരു സൂപ്പർ സ്റ്റോറിന്റെ അടുത്ത് കയറിയ സമയത്ത് സത്യം പറഞ്ഞാൽ ഇത് എൻ്റെ കടയാണെന്നുള്ളൊരു ഒരു കാര്യം കൂടി എൻ്റെ മനസ്സിലായതിന് തോന്നുന്നു. സാധാരണ രീതിയിൽ നമ്മളൊരു കട നാട്ടിലൊക്കെ തുറക്കുന്ന സമയത്ത് അത് അദ്ദേഹത്തിന്റെ കട തുറക്കുമ്പോൾ നമുക്ക് അവിടുന്ന് ഒന്നും ബെനിഫിറ്റ് ഇല്ല. അന്നൊരു ചായ അല്ലെങ്കിൽ എന്തെങ്കിലും കടി എന്തെങ്കിലും കിട്ടും, വേറെ ഒന്നും കിട്ടില്ല. പക്ഷെ ഇവിടെ പറഞ്ഞാൽ നമ്മുടെ കടയാണ്. ഇവിടെ എന്ത് സാധനങ്ങൾ എന്ത് പർച്ചേസ് ചെയ്താലും നമ്മളെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നും നമുക്ക് നല്ലൊരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റിയ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഫിജി കാർഡ്. പക്ഷെ വളരെയധികം അഭിമാനത്തോടു കൂടി പറയാം, ഇപ്പൊ പാലക്കാടിന്റെ വണ്ടിയിൽ ആദ്യം ഒരു സൂപ്പർ സ്റ്റോർ വന്നു. അടുത്തൊരു സ്റ്റോർ എന്റെ നാട്ടിലാണ്, മലപ്പുറത്ത് ആദ്യമായിട്ടൊരു സൂപ്പർ സ്റ്റോർ മലപ്പുറം മുണ്ടുപറമ്പ്. വളരെയധികം അഭിമാനത്തോടു കൂടി തന്നെ ഞാൻ പറയണം. അപ്പൊ എല്ലാവരും ഈ ഫിജി കാർഡ് കുറിച്ച് കൃത്യമായിട്ട് പഠിച്ച് നല്ല രീതിയിൽ നല്ലൊരു ഫിനാൻഷ്യൽ ഫ്രീഡം നിങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിയട്ടെ. എല്ലാവിധ വിജയാശംസകൾ അശ്രദ്ധാർ നൽകിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ സംസാരിക്കുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. അടുത്തതായി സെയിൽസ് എക്സിക്യൂട്ടീവ് സന്ദീപ് അവരുടെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സന്ദീപ് എന്നാണ്. റാങ്ക് സെയിൽസ് എക്സിക്യൂട്ടീവ് ആണ്. സ്ഥലം ഇവിടെ അടുത്ത് തന്നെയാണ്. മലപ്പുറം ജില്ലയിലാണെങ്കിൽ പോലും അടുത്താണ്, അരക്കുറമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കുറച്ചായിട്ടുണ്ട്, ഞങ്ങളല്ലോ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ടുണ്ട്. ആ സമയത്തൊക്കെ ചോദിക്കായിരുന്നു നിങ്ങളെ സൂപ്പർ സ്റ്റോർ എവിടെയാണ് ഇപ്പോൾ പറഞ്ഞു കൊടുക്കാണ്ടത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഉദ്ഘാടനം നടത്തിയുള്ള വളാഞ്ചേരി സൂപ്പർ സ്റ്റോർ ആയിരുന്നു. അവിടെ നിന്ന് ഇനി ആരെങ്കിലും ചോദിച്ചാൽ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. എൻ്റെ കൂടെ മണ്ണാർക്കാട്ടേക്ക് പോകണം, ഞാൻ കാണിച്ചു തരാം. എൻ്റെ സൂപ്പർ സ്റ്റോർ ഞാൻ കാണിച്ചു തരാം, ഞാൻ കൊണ്ടുവരും. മണ്ണാർക്കാട്ടേക്ക് ഞാൻ കൊണ്ടുവരും. കാരണം ഈ ഒരു അവസരത്തിൽ എനിക്ക് ലീഡേഴ്സ് പറഞ്ഞൊരു വാക്കാണ് ഓർമ്മ വരുന്നത്. ഫിജി കാർഡ് എന്നുള്ളൊരു കൺസെപ്റ്റ് വടി പൊട്ടിച്ചിട്ടേ ഉള്ളൂ, അടി തുടങ്ങിയിട്ടില്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. നിയറസ്റ്റ് ആയിട്ട് നമുക്ക് മണ്ണാർക്കാട് സ്റ്റോർ വന്നിട്ടുണ്ട്.
ഇവിടെ ഒന്നും കളി നിർത്തുന്നില്ല, കളി തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ ഈ ഒരു അവസരത്തിൽ മൈക്ക് വിളിക്കാനും ഇങ്ങനെ രണ്ടു വാക്ക് സംസാരിക്കാനും അവസരം കിട്ടിയതിൽ ഞാൻ ദൈവത്തിനോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കൺസെപ്റ്റിനോട് തുടങ്ങിയ ഈ സൂപ്പർ സ്റ്റോർ തുടങ്ങിയ നമ്മുടെ മാനേജ്മെന്റും ഏറ്റവും നല്ല രീതിയിൽ തന്നെ അദ്ദേഹത്തിന്റെ ഭാഷ മാറ്റി പറഞ്ഞുകൊണ്ട് ഞാൻ അവസരം നന്ദി, നമസ്കാരം, താങ്ക് യു. അടുത്തായി പ്രജീഷ്, സെയിൽസ് ഡെവലപ്മെന്റ് മാനേജർ. ഹായ്. അപ്പോൾ ഒരുപാട് സന്തോഷം നൽകുന്ന നിമിഷം തന്നെയാണ്. ഇപ്പൊ ഞാനൊക്കെ ഒരു ജൂലൈ 17-ാം തീയതി ഈ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് കടന്നു വന്ന സമയത്ത് മലപ്പുറത്ത് ഒരു സ്റ്റോറിനെ കാണിച്ചു കൊടുത്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്കൊക്കെ ജോയിൻ ചെയ്യുന്നതും അതുപോലെ ഞാൻ സെയിൽ വെച്ചിരുന്നതും ഒക്കെ മലപ്പുറം അടുത്ത് നിയറസ്റ്റ് ആണ്. ഞങ്ങളുടെ 8 കിലോമീറ്റർ പോയ മലപ്പുറമാണ് എന്ന് പറഞ്ഞാൽ മലപ്പുറത്തെ സ്റ്റോറുകൾ കാണിച്ചു കൊടുത്തിട്ടാണ് സെയിൽ വെച്ചിരുന്നത്. ഇന്ന് ഇവിടെ പാലക്കാട് 3 സ്റ്റോറുകളുടെ മുകളിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് എക്സൈറ്റിംഗിലാണ്. പറഞ്ഞാൽ എത്രയോ 8 കിലോമീറ്റർ ചുറ്റളവിലാണ് ഞങ്ങൾ ഈ വീടിനടുത്തുള്ള ഈ ഒരു സ്റ്റോർ എന്നുള്ളത്. അപ്പൊ ഇന്നലെ മുതൽക്കേക്ക് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഈ ഒരു സ്റ്റോർ തുറക്കുമ്പോഴേ തന്നെ ഞങ്ങൾക്ക് ഇവിടെ വന്ന് ഓരോ കാര്യങ്ങൾക്കെല്ലാം കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ഈ ഒരു ഫിജി ഗാർഡൻ എന്നുള്ള കൺസെപ്റ്റ് ബോബി ചെമ്മണ്ണൂർ സാർ നമ്മളുടെ ഒരു സാധാരണക്കാർക്ക് വേണ്ടി തുടങ്ങിയ ഒരു പ്ലാറ്റ്ഫോമാണ്. ഒരിക്കലും ഹയർ ലെവലിൽ നിൽക്കുന്ന അല്ലെങ്കിൽ പണം കൊണ്ട് ദുരാഭാരം തൂക്കാത്ത അത്രയും നല്ല ആളുകൾക്ക് വേണ്ടിയിട്ടാണ്, സാധാരണ തട്ടിലുള്ള ആളുകൾക്ക് തുടങ്ങിയ ഒരു പ്രൊജക്റ്റാണ് ബോബി ചെമ്മണ്ണൂർ സാർ ഈ ഒരു ഫിജി ഗാർഡൻ ഇ-കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. അപ്പോൾ ഒരു ദിനം പ്രതി അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രൊജക്റ്റിലോട്ട് ഇപ്പൊ ഇവിടെ ഒരുപാട് ആളുകൾ വന്നിട്ട് അപ്ഡേറ്റ് ആയ ആളുകളുണ്ട്, അപ്ഡേറ്റ് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏതൊരു ആൾക്കും ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ് നമ്മുടെ ബോബി സാർ നമ്മളുടെ കൈകളിൽ വെച്ച് തന്നിരിക്കുന്നത്. ഒരുപാട് ഗ്രേറ്റ് ലീഡേഴ്സ് ഇവിടെ വന്നതുകൊണ്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരികയുണ്ടായി. അപ്പോൾ ഇനി മുതൽ നമ്മുടെ സ്റ്റോറുകൾ ഇപ്പൊ ഇന്ന് പാലക്കാട് ജില്ലയിൽ 3 സ്റ്റോറുകളാണ് ഇപ്പോൾ അവൈലബിൾ ആയത്. ഇനി ഓരോ 25 കിലോമീറ്റർ ചുറ്റും നമ്മുടെ സ്റ്റോറുകളൊക്കെ വരാൻ പോവുകയാണ്. അപ്പൊ അതിന്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ അഫിലിയേറ്റ് ആയ സെയിൽസ് മാനേജർ അപ്പോൾ ലീഡേഴ്സിന് എല്ലാവർക്കും ഒരു 2 ലക്ഷം രൂപ വർത്തുള്ള ഇൻഷുറൻസ് എല്ലാ കാര്യങ്ങളും നമുക്ക് നമ്മുടെ ഫാമിലിയെ പോലും നമ്മളിവിടെ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫാമിലിയെ പോലും മുഖത്ത് നൽകിയിരിക്കുന്ന ഒരു കമ്പനിയാണ് നമ്മുടെ ഫിജി ഗാർഡൻ. ഫിജി ഗാർഡനെ ആത്മാർത്ഥമായി വിശ്വസിച്ച് വർക്ക് ചെയ്യുന്ന ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണെന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പൊ നിങ്ങൾ എല്ലാവരും പർച്ചേസിങ് ചെയ്യുക. അതുപോലെ തന്നെ നിയറസ്റ്റുള്ള ആളുകളൊക്കെ ഒരു പർച്ചേസിങ് ചെയ്യിപ്പിക്കാനുള്ള കാര്യങ്ങൾ ജോയിൻ ചെയ്യിപ്പിക്കും. നമ്മളെ കാണിച്ചു കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് സെയിലുകൾ ജോയിൻ ചെയ്യിപ്പിക്കാനൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഇവിടെ നിങ്ങൾക്കൊക്കെ നമുക്ക് അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ അശോക് സാറിന് ഒരു ഗ്രാജുവേഷനും അതുപോലെ ആശംസകളൊക്കെ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു സർ. അടുത്തതായിട്ട് ബൈജു, സെയിൽസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ്. താങ്ക് യു സർ. ഞാൻ മലപ്പുറം ജില്ലയിൽ നിലമ്പൂരാണ് പ്രദേശം. ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നല്ലേ നമ്മളൊരു പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിലെ ഒരു ഫിജി സൂപ്പർ സ്റ്റോറിന്റെ ഒരു ഉദ്ഘാടന കർമ്മമാണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത്. എന്നാൽ ഒന്നല്ല, ആയിരങ്ങളിലേക്ക് മാറാൻ പോകുന്ന ഒരു സൂപ്പർ മാർക്കറ്റിന്റെ കാര്യമാണ് നിങ്ങൾ കേൾക്കേണ്ടത്. ഫിജിക.com എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകമെമ്പാടും വ്യാപിക്കാൻ പോവുകയാണ്. 2025 ആകുമ്പോഴത്തേക്ക് നമ്മൾ അമേരിക്കയിൽ പോലും ഓപ്പൺ ആകാൻ പോവാണ്. ഈ ഫിജിക.comലൂടെ വന്നിട്ട് ഇതിലെ ഓരോ ലീഡേഴ്സിനും ഓരോ പാർട്ട്നേഴ്സിനും ഇന്ന് ഈ സൂപ്പർ മാർക്കറ്റിലേക്ക് കടന്നു വരും. നമ്മൾ നേരത്തെ അനീസ് സാറ് പറഞ്ഞാൽ ആരുടെയോ സൂപ്പർ മാർക്കറ്റിൽ കയറി ചെല്ലുന്ന ഒരു അവസ്ഥയല്ല, സ്വന്തം സൂപ്പർ മാർക്കറ്റിലേക്ക് സ്വന്തം കടയിലേക്ക് കയറി വരുന്ന ഒരു ഫീലാണ് നമുക്ക് ഉണ്ടാകുന്നതാണ്. ഇന്ന് മണ്ണാർക്കാട് ഇത് വരുന്നുണ്ടെങ്കിൽ നാളെ ഇപ്പൊ സാറ് പറഞ്ഞാല് എന്റെ ഈ അമീസ് സാറിന്റെ ഒക്കെ നാടാളെ മലപ്പുറം ജില്ല, നമ്മളെ മലപ്പുറം ജില്ലയിൽ വരികയാണ്. അതുപോലെ തന്നെ ലോകത്താകമാനം ഇന്ന് ലുലു ഹൈപ്പർ മാർക്കറ്റ് എത്രത്തോളം വ്യാപിച്ചു കഴിഞ്ഞോ അതേപോലെ ലോകത്താകാനും വ്യാപിക്കുന്ന ഒരു വലിയൊരു ഹൈപ്പർ മാർക്കറ്റാണ് നമ്മളെ ഫിജിക.com പറഞ്ഞത്. ഈ ഫിജിക.comന്റെ ഓരോ സൂപ്പർ മാർക്കറ്റിലും നടക്കുന്ന ഏതൊരു കച്ചവടത്തിലേക്ക് ഒരു ലാഭവിഹിതം നമുക്ക് ഓരോ പാർട്ട്നേഴ്സിനും നേടാനുള്ള ഒരു അവസരമാണ് ഫിജിക.com ഒരുക്കുന്നുള്ളത്. ഒരു പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല എന്നുള്ളത്. ഇന്ന് ഈ സൂപ്പർ മാർക്കറ്റിന്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുന്ന അവൻ അശോക് സാറാണ്. അശോക് സാറിന് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. താങ്ക് യു. താങ്ക് യു സർ. അടുത്തതായി അജ്മൽ, സെയിൽസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് ഓർഗനൈസേഷൻ. ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് അജ്മൽ, സെയിൽസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് ആണ്. സ്വദേശം എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഇവിടെയുള്ള എല്ലാ ആളുകളെക്കാളും ദൂരത്തു നിന്നാണ് ഞാൻ ഇവിടെ എത്തിപ്പെട്ടത്. കുറ്റ്യാടി സ്വദേശിയാണ്, അഥവാ കോഴിക്കോട് ജില്ലയിൽ കുറ്റ്യാടി സ്വദേശിയാണ്. ഏകദേശം ഈ നാട്ടിൽ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. ഇവിടെ ടീം ഡെവലപ്പ് ചെയ്യണം എന്നുള്ള ഒരുപാട് കാലത്ത് സ്വപ്നമാണ്. ഈ ഒരു ദിവസം തന്നെ തെരഞ്ഞെടുക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. എന്റെ ഗസ്റ്റിനെ കൂട്ടി ഈ ഒരു സ്റ്റോർ കാണിച്ചു കൊടുക്കാൻ വന്നിട്ടാണ് ഞാൻ ഇവിടെ ടീം ഡെവലപ്പ് ചെയ്യാൻ തുടക്കം കുറിക്കുന്നത് എന്ന് പറയുന്നതിൽ വളരെ അഭിമാനമുണ്ട്. ഈ ഒരു അവസരം ഇവിടെ ഒരുക്കി തന്ന അഷ്റഫ് സാറിന് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. അതേപോലെ തന്നെ ഇപ്പം നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ ജോയിൻ ചെയ്തതിനു ശേഷം 3-4 മാസം
കഴിയുമ്പോഴേക്കും നമുക്കൊരു നല്ല സെയിൽ നടക്കുന്നില്ല, വരുമാനം നടക്കുന്നില്ല എന്ന് പറഞ്ഞ് പല ആളുകളും വൈൻഡപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോകുന്ന അവസരങ്ങളിൽ നമ്മളൊന്ന് ഓർക്കണം. ഇന്നിവിടെ നമ്മൾ കണ്ട ബഷീർ സാർ ആയിക്കോട്ടെ, പ്രജീഷ് സാർ ആയിക്കോട്ടെ, അതേപോലെ തന്നെ നമ്മുടെ ഏത് ലീഡേഴ്സിനെ എടുത്തു നോക്കിയാലും അവരൊക്കെ മാസങ്ങളോളം ഏകദേശം വർഷങ്ങൾ കാത്തു നിന്നിട്ട് വരുമാനം ചെയ്ത ലീഡേഴ്സ് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ നമ്മളെ ലീഡേഴ്സ് എപ്പോഴും പറയുന്നത് ഇടിച്ചിടിച്ച് നിന്നാ പിടിച്ചു പിടിച്ച് കയറാമെന്ന ആ ഡയലോഗ് മുറുകെ പിടിച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഈ ഒരു ബിസിനസ്സിനെ സ്നേഹിക്കാൻ നമ്മളെല്ലാം തയ്യാറാവുക. മുമ്പോട്ടുള്ള വർഷങ്ങൾ നമ്മുടെ വർഷങ്ങളാണ്. ഫിജി കാട്ടി എന്ന കൺസെപ്റ്റ്, അതേപോലെ തന്നെ ബോബി ചെമ്മണ്ണൂർ സാർ ഈ ഒരു കൺസെപ്റ്റിലൂടെ വിപ്ലവങ്ങൾ സൃഷ്ടിക്കാൻ പോവുകയാണ്. അതിന്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ നമ്മൾ സന്തോഷിക്കുക. അതേപോലെ തന്നെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഇതിനെ സ്നേഹിച്ചാൽ നമുക്ക് എന്തും നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റാണ്. കൂടുതൽ സംസാരിക്കുന്നില്ല, ഈ ഒരു അവസരം തന്നതിന് താങ്ക് യു സർ. സെയിൽസ് ടീം മാനേജർ സുകുമാരൻ സാർ അവരെ ക്ഷണിക്കുന്നു. സുകുമാരൻ, ഞാൻ മൂന്നാർ സ്വദേശിയാണ്. സെയിൽസ് മാനേജർ, ടീം മാനേജറായിട്ട് ഇപ്പോൾ 4ാമത്തെ റാങ്കിൽ വർക്ക് ചെയ്യുന്നത്. ഞാൻ ഈ കൊച്ചു പ്രായത്തിൽ നിങ്ങളെയൊക്കെ ഇതുപോലെ കാണാനും എടുക്കാനുമൊക്കെ സാധിച്ച ഒരു സംഭവം വലിയൊരു ചെറിയ സംഭവമായിട്ടല്ല എനിക്ക് തോന്നുന്നത്, ഒരു വലിയ സംഭവമായി തന്നെയാണ് ഞാൻ കാണുന്നത്. അക്ഷർ സാറ് ഈ ബിസിനസ് ഇങ്ങനെ തുടങ്ങുന്നു ആദ്യകാലം തൊട്ടേ അറിഞ്ഞായിരുന്നു. എങ്കിലും ഇത്ര ഗംഭീരമായി നടക്കും എന്ന് ഞാൻ പോലും സ്വപ്നത്തിൽ വിചാരിക്കാത്ത കാര്യമാണ്. ഇപ്പോൾ സത്യത്തിൽ എനിക്ക് ഒരു അഭിമാനം തന്നെ തോന്നുന്നു. ഈ ബിസിനസ് ഇത്ര ഭംഗിയായിട്ട് നടക്കുന്നത് എന്റെ കൂടിയ കടയാണല്ലോ എന്ന ഒരു ആത്മാർത്ഥതയും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാനും അവകാശപ്പെടുന്ന അതാണ് ഫിജി കാർട്ട് എന്ന് പറയുന്ന ഈ ബിസിനസിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നിട്ട് പല കുടുംബങ്ങൾക്കും ചെറിയ വരുമാനം വാങ്ങിക്കൊടുക്കാൻ സാധിച്ചതിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നത്. എനിക്കുണ്ടാകുന്ന വരുമാനത്തെക്കാൾ കൂടുതൽ മറ്റുള്ളവർക്ക് കിട്ടുന്നതിലാണ് ഞാൻ സംതൃപ്തി കണ്ടെത്തുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് നിങ്ങളെ എത്രയും പെട്ടെന്ന് കടന്നു വന്ന് ഇതിന്റെ എല്ലാവിധ സമ്പൽ സമൃദ്ധികളും കൈപ്പറ്റുവാനും നമ്മുടെ ഈ കടയിൽ നിന്ന് പർച്ചേസ് ചെയ്ത് വരുമാനം ഉണ്ടാക്കുന്ന ഒരു സംവിധാനമായി മാറാനും പലരെയും ഈ ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്യിക്കുവാനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ സാറിന് കട നടത്തുന്ന അശോക് സാറിന് ഒരു നന്ദി പറഞ്ഞുകൊണ്ടും എന്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു സുകുമാരൻ സാർ. അടുത്തതായി രഞ്ജിത്ത്, സോണൽ സെയിൽസ് മാനേജറാണ്. രഞ്ജിത്ത് അവരെ സഹർഷം ക്ഷണിക്കുകയാണ്. താങ്ക് യു സാർ. സാറിനെ ഇവിടെ പരിചയപ്പെടുത്തി. പേര് രഞ്ജിത്ത് എന്നാണ്, വീട് കോഴിക്കോടാണ്, ബാലുശ്ശേരിയാണ്. ഈ ഒരു പ്രോജക്റ്റിൽ വരുന്നതിന് മുന്നേ ആയിട്ട് ഇതേ കമ്പനിയുടെ ബോബി ചെമ്മണ്ണൂർ ഗ്രൂപ്പിന്റെ കമ്പനിയിൽ 9 വർഷമായിട്ട് വർക്ക് ചെയ്ത ഒരാളാണ്. നമ്മൾ മുമ്പ് ചെയ്ത പോലെ 8-10 മണിക്കൂർ സമയം വിറ്റുകൊണ്ടിരുന്ന ഒരു സ്പേസ് ആയിരുന്നു എന്നുള്ളതാണ്. സമയം വിറ്റവരാരും ഇന്നേവരെ ലൈഫിൽ എന്തായിട്ടില്ല, സക്സസ് ആയിട്ടില്ല. മറ്റുള്ളവരുടെ സമയം കൂടി നമ്മുടെ സമയത്ത് മാറ്റിയിട്ടുണ്ടെങ്കിലാണ് എല്ലാ വലിയ മാറ്റങ്ങൾ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റുന്നത്. സോ ആ ഒരു തിരിച്ചറിവ് എന്താണ്, ചെമ്മണ്ണൂർ ഗ്രൂപ്പുള്ള ആളുകളായിട്ടുള്ള നമ്മൾ അവിടുത്തെ വലിയ എന്താണ് സ്പേസിലാണ് എന്ന് പറയുന്ന ഒരു കൊമ്പുണ്ടെന്ന് പറയുന്ന കാര്യമില്ലായിട്ടുള്ള കാലത്ത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ ബിസിനസ് തന്നെയാണ് എല്ലാവർക്കും ചെയ്യേണ്ടത്. എല്ലാവർക്കും ബിസിനസ് ചെയ്യണമെങ്കിൽ എന്താണ്, ഫിനാൻഷ്യലി ക്യാപിറ്റൽ വേണം. അതില്ലാത്തൊരു സ്പേസ് നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഇതേ ഉള്ളൂ. സോ എല്ലാവരും വലിയ മാറ്റങ്ങളുടെ ഭാഗമായിട്ട് മാറുന്നു. ഇന്ന് 70ന്റെ പുറത്തുള്ള സ്റ്റോറൊക്കെ ആയിട്ട് എന്ത് ചെയ്തു, ഈ ഒരു ഫിജി സൂപ്പർ സ്റ്റോർ മാറിക്കഴിഞ്ഞു. തുടക്ക സമയത്ത് ഒരു 5-10 പ്രൊഡക്റ്റുള്ള സമയത്ത് വന്നായിരുന്നു. ഒരുപാട് ആളുകൾ നമുക്ക് വിലട്ടു. സോ അവരുടെയൊക്കെ മുന്നിൽ ഇന്ന് ഈ ഒരു ലെവലിലേക്ക് 9ാമത്തെ റാങ്കിലേക്ക് എത്തിയിട്ടുണ്ട്. 13 റാങ്കാണ് നമുക്ക് ഇവിടെ ഉള്ളത്. കാലഘട്ടത്തിന്റെ മാറ്റം നമ്മളെല്ലാവരും ഒരൊറ്റ ലക്ഷ്യം, ഒരൊറ്റ എന്താണ് ഡ്രീമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. സോ എല്ലാവർക്കും ആ ഒരു ഡ്രീമിലേക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് എത്താൻ സാധിക്കട്ടെ. എല്ലാ സ്റ്റോറുകളും ഇനിയും ഒരുപാട് അപ്ഡേഷൻസ് വരുന്നു. അവിടെ എല്ലാ സ്ഥലത്തും നമ്മുടെ പ്രസൻസ് ഉണ്ടാവാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ സ്ഥാപനമാണ്, നമ്മുടെ സ്പേസ് ആണ്, നമ്മളാണ് നാളെ രാജാവായിട്ട് വാഴാൻ പോകുന്നത് മാത്രം പറയുന്നു. സോ എല്ലാവർക്കും വലിയ വിജയങ്ങൾ മാത്രം ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. ഞാൻ സംസാരിക്കാനുണ്ടോ? ആരുമില്ലെങ്കിൽ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തി നിർത്താം അല്ലെ. എന്റെ പേര് മനോജ് കുമാർ എന്നാണ്, സ്വദേശം മണ്ണാറക്കാടാണ്.
ഏതാണ്ട് 14 വർഷമായി ചെമ്മണ്ണൂർ ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുന്നു. മണ്ണാർക്കാട് ചെമ്മണ്ണൂർ ജ്വല്ലറിയിലെ സെയിൽസ് മാനേജർ, മാർക്കറ്റിംഗ് മാനേജറാണ്. ഫിജിക്കാർഡ് ഏതാണ്ട് 2018 മുൻപ് തന്നെ ID എടുത്ത് പ്രവർത്തനം ആരംഭിച്ചതാണ്. പക്ഷേ ചെമ്മണ്ണൂർ ജ്വല്ലറിയുടെ വർക്ക് കൂടുതൽ ഉണ്ടായിരുന്നത് കാരണം ഫിജിക്കാർഡിന് കൂടുതൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. അതിന്റെ ഒരു ദോഷം ഞാനിപ്പോ മനസ്സിലാക്കുന്നുണ്ട്. എന്റെ കൂടെ ജോയിൻ ചെയ്തവരാണ് ഈ പറയപ്പെടുന്ന ഫിജിക്കാർഡിൽ ഇന്ന് ടോപ്പ് ലെവലിൽ നിൽക്കുന്ന എല്ലാവരും. അതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് കയ്യിൽ സ്വർണം ഇരുന്നിട്ട് ഞാൻ തുറന്നു നോക്കിയില്ലല്ലോ എന്നൊരു സങ്കടം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഫിജിക്കാർഡാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച് ചെയ്യുന്നത്. സെയിൽസ് ടീം മാനേജറാണ്. എന്റെ വൺ സൈഡ് ഏതാണ്ട് 60,000-ഓളം PV കിടക്കുന്നുണ്ട്. അറിയാലോ, AA8047 എന്റെ ID. അപ്പോ ഇനി എന്തായാലും എല്ലാവരുടെയും കൂടെ ഏറ്റവും സ്ട്രോങ് ആയി ഞാനും എന്റെ വൈഫും ഫാമിലി ആയിട്ടാണ് ചെയ്യുന്നത്. രണ്ടുപേരും ചെമ്മണ്ണൂരിലെ സ്റ്റാഫാണ്. അത്രയാണ് എന്നെ കുറിച്ച് പറയാനുള്ളൂ. മറ്റൊന്നും കൂടുതൽ സംസാരിക്കുന്നില്ല. എല്ലാവരും ഫിജിക്കാർഡിനെ കുറിച്ചിട്ടും ഈ ഒരു ബിസിനസിന്റെ വ്യാപ്തിയെ കുറിച്ചിട്ടും അതിന്റെ ഗുണത്തെ കുറിച്ചിട്ടും അതിന്റെ വരുമാനത്തെ കുറിച്ച് എല്ലാവരും ഇവിടെ സംസാരിച്ചു. ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഈ പരിപാടിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കാം എന്ന് അറിയിക്കുകയാണ്. നന്ദി പറയുന്നതിന് വേണ്ടി നമുക്ക് അതിനർഹനായ വ്യക്തി ഈ സ്ഥാപനത്തിന്റെ ഉടമയാണ്. അഷറഫാക്ക ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും വേഗം ഇവിടെ വന്ന് ഈ ഒരു പരിപാടിക്ക് നന്ദി അറിയിക്കണം എന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. ഇനി ആരെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ വരാം. ഇനി ആരെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ വരാം. നമ്മുടെ സ്ഥാപനമാണ്. പഠിച്ചോ മാറിയോ ശങ്കിച്ചോ നിൽക്കേണ്ട കാര്യമില്ല എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ആർക്ക് വേണമെങ്കിലും സംസാരിക്കാം. സെയിൽസ് ഡെവലപ്മെന്റ് മാനേജർ ഫൈസ് കോഴിക്കോട് വ്യക്തിയാണ്. അദ്ദേഹത്തിന് 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. താങ്ക് യു. ഈ ഒരു അവസരം എനിക്ക് തന്ന മനോജ് സാറിനെ ആദ്യം തന്നെ നന്ദി അറിയിക്കുന്നു. ഇഷ്ടമില്ല, എന്റെ പേര് അദ്ദേഹം പരിചയപ്പെടുത്തി. പേര് ഫായിസ് ആണ്, കോഴിക്കോടാണ് സ്വദേശം. അപ്പം ഇങ്ങനെ ഒരു അവസരം കിട്ടുമെന്ന് പ്രതീക്ഷയല്ല. പക്ഷെ നമുക്കറിയാം ഫിജിക്കാർഡ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരവസരം ചോദിച്ചു പോയിട്ടില്ല. ഇതുവരെ വന്നിട്ടുണ്ടായിരിക്കും, പക്ഷെ ഇതുവരെ ചോദിച്ചു പോയിട്ടില്ല. പക്ഷെ എന്തോ ഫിജിക്കാർഡ് ചെയ്തതിനു ശേഷം ഏതൊരു അവസരം കിട്ടിയാലും എടുത്തു കയറി ചെയ്യും. അതിനൊരു കൾട്ട് ഈ ഒരു കൺസെപ്റ്റ് തന്നിട്ടുണ്ട്. അപ്പോ ഇന്നോടെ വന്ന് സംസാരിക്കുന്ന സമയത്ത് ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഇതുപോലെ ഒരു സൂപ്പർ സ്റ്റോർ എന്ന് പറയാൻ നമുക്ക് ചൂണ്ടി കാണിച്ചു കൊടുക്കാൻ പോലും എന്താ വിരലിൽ എണ്ണാവുന്ന രീതിയിൽ പോലും പല സൂപ്പർ സ്റ്റോറുകളും ആയിട്ടില്ല. ഏകദേശം 1 വർഷത്തോളം ഈ ഒരു കൺസെപ്റ്റിൽ ഇന്നിപ്പോ കമ്പനിയുടെ 5ാമത്തെ റാങ്കിലുള്ള സെയിൽസ് ഡെവലപ്മെന്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോ ഇതിനു മുമ്പ് മറ്റൊരു പ്രൈവറ്റ് മേഖലയിലായിരുന്നു. ഒരു സുഹൃത്ത് മുഖേനയാണ് ഈ ഒരു കൺസെപ്റ്റിലേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ ഇന്നോടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും അവരുടേതായുള്ള സ്വപ്നങ്ങളും അതുപോലെ തന്നെ അവരുടേതായുള്ള ഓരോ എന്താ പറയുക അച്ചീവ്മെന്റ്സും വളരെ പെട്ടെന്ന് തന്നെ നേടിയെടുക്കാൻ വേണ്ടി ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. ഈ പരിപാടി അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഈ ചടങ്ങിന് നന്ദി പറയുന്നതിന് വേണ്ടി ഈ ഫിജി സ്റ്റോറിന്റെ ഓണർ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ നമുക്കെല്ലാവർക്കും ഒരുപാട് സന്തോഷം നൽകുന്ന നമ്മുടെ സ്വപ്നങ്ങൾ പൂവിണിയുന്ന ഈ ദിനത്തിൽ, ഈ പുണ്യ റംസാൻ കാലത്ത് നമുക്ക് ഈ സ്ഥാപനം നമുക്ക് വേണ്ടി മണ്ണാർക്കാടിന്റെ മണ്ണിൽ പ്രവർത്തനം ആരംഭിച്ച നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന അഷറഫ് അവരുടെ സ്നേഹത്തോടെ ഒരുപാട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നന്ദി പറയുന്നതിന് വേണ്ടി സഹർഷം ക്ഷണിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും ആദ്യമായിട്ട് വളരെയധികം നന്ദി പറയുന്നു. കാരണം ഈ ഇത്രയും നേരം 2 മണിക്കൂർ ഏകദേശം രാവിലെ മുതൽ ഇപ്പോൾ 11:30 മണിയായി എല്ലാവരും ഇത്ര നേരം കാത്തുന്നു. ഇങ്ങനത്തെ ഒരു സംരംഭം നിങ്ങളുടെ മുന്നിൽ എനിക്ക് തുറക്കാൻ കഴിഞ്ഞത് ആദ്യമായി ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. കാരണം നമ്മൾ മനസ്സിൽ കാണുന്ന കാര്യങ്ങൾ സ്വപ്നങ്ങൾ കണ്ടാൽ പോരാ, അത് നമ്മളെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി നമ്മൾ പ്രവർത്തിച്ചാൽ വെറുതെ ഇരിക്കാതെ നമ്മൾ നടക്കുകയാണെങ്കിൽ നമ്മൾ തേടി ആ സ്വപ്നങ്ങളെ എത്തുമെന്ന് ഒരു തെളിവാണ് ഞാൻ കാണിക്കുന്നത്. കാരണം ഏകദേശം 7 മാസം മുമ്പ് ഞാൻ ഫിജിക്കാർഡിന് ജോയിനാണ് നേരത്തെ ഒരു ഓൺലൈൻ സ്റ്റോറിലേക്ക് വന്ന് ഇന്ന് എനിക്കൊരു പുതിയ ഒരു സൂപ്പർ സ്റ്റോറിൽ ഓപ്പണാകാൻ കഴിഞ്ഞത് വളരെയധികം സന്തോഷമുണ്ട്. ആദ്യമായി നന്ദി പറയുന്നത് നമ്മുടെ MLA അവരോടൊക്കെ നന്ദി പറയുന്നു. പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ലക്ഷ്മിപുരിക്കാർക്ക്, അരൂർ വാർഡ് മെമ്പറായ സാറുണ്ട്, പിന്നെ കമ്പ്യൂട്ടർ പ്രതി സാറ്, ബഷീർ സാറ്, അങ്ങനെ ഇവിടെ വന്ന പണി സാറ്, അഖിൽ സാറ്, അങ്ങനെ ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്.
അവരുടെ ഇൻവിറ്റേഷൻ സ്വീകരിച്ചു തന്നു. അവർക്ക് എല്ലാവർക്കും അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ഈ ഫംഗ്ഷൻ കാണാൻ അറ്റൻഡ് ചെയ്യാൻ വന്നു. കോഴിക്കോട് പോലും പാലക്കാട് പോലും വന്ന എല്ലാവർക്കും ഞാൻ നന്ദി തന്നു. പിന്നെ അതിന് പുറമെ എനിക്ക് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി ഒരുപാട് സപ്പോർട്ട് ചെയ്ത ഇതിന് പുറമെ നമ്മളെ ഈ മനോജ് സാറ്, അവരുടെ ഭാര്യ സിന്ധു മേഡം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണ്ടി രാവും പകലില്ലാതെ എന്നെ സപ്പോർട്ട് ചെയ്ത് എന്റെ കൂടെ നിന്ന് എന്നെ സഹായിച്ചു. വളരെയധികം നന്ദി അവർക്ക് ഞാൻ അറിയപ്പെടുന്നു. പിന്നെ ഇന്ന് ഇവിടെ വന്ന എല്ലാവർക്കും നിങ്ങൾക്കൊരു എന്താണ് ഒരു വരുമാനം ഉണ്ടാക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ വിജയക്കാട്ടിലൂടെ വന്ന ഒരു വ്യക്തി. അവർ ഇന്ന് കണ്ടില്ല, ഇവിടെ എത്ര ആൾ വന്നു, അവരൊക്കെ ഒരു ലാഭം ഒന്നും പോയിച്ചിട്ടുണ്ട്. അവർ നോമ്പായ കാരണം ഒരാൾക്ക് ഒരു വെള്ളം കൂടി കൊടുക്കാൻ പറ്റാത്ത സങ്കടം കൊണ്ടിരിക്കും. പക്ഷെ അതും വക വെക്കാതെ ഇവിടെ കൊണ്ടുവന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. കാരണം അത് വിജയക്കാട് നമ്മുടെ ഫാമിലിയാണ്. ആ ഫാമിലി ഇത്രയധികം ഒന്നിച്ച് ഒരു ഗ്രൂപ്പായി വർക്ക് ചെയ്യുന്ന ഒരുപാട് കാരണം ഞാൻ ജോയിൻ ചെയ്തായിട്ട് 4 ലക്ഷം സംതിങ് ആയ ഒരു ഐ ഡി, പക്ഷെ ഇന്ന് 7 ലക്ഷം ആളുകളെ അധികമായി. കാരണം ഏകദേശം ഒരു ദിവസം ഒരു 2000-ത്തിലധികം ആളുകളെ ഈ വിജയക്കാട്ടിലെ ജോലി ചെയ്തിട്ട് അഫിലിയേറ്റായി മാറിയിട്ട് അവരും ജീവിതത്തിൽ ഒരു വരുമാനം ഉണ്ടാക്കി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന ഒരു വിദ്യാഭ്യാസമുള്ള ഒരുപാട് ആളുകൾക്ക് തൊഴിലില്ലായ്മ, അതിനെതിരെയും ദാരിദ്ര്യത്തിനെതിരെയും പോവർട്ടിക്കെതിരെയും ഒരു വാറാണ് നമ്മൾ ഈ വിജയക്കാട്ടിലൂടെ ഉദ്ദേശിക്കുന്നത്. അതിന് നമുക്ക് എല്ലാവരും കഴിയട്ടെ. എല്ലാവർക്കും ഇവിടെ വന്ന എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാകട്ടെ. എല്ലാവരും മാക്സിമം നിങ്ങളെ ഫ്രണ്ടുകളെ എല്ലാവരും ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ട് ഇവിടുന്ന് പർച്ചേസ് നമുക്കും റീറ്റെയിൽ പർച്ചേസുള്ള നിങ്ങൾക്കും എനിക്കും കമ്പനിക്കും ഇവിടുത്തെ ചുറ്റുപാടത്തെ എല്ലാവർക്കും ഒരു നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നിവിടെ എത്തിക്കൊടുന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടിയോടെ വൈകിട്ട് താങ്ക് യു. അതിന് പറഞ്ഞ ഒരിക്കലും നന്ദി പറയട്ടെ. കമ്പനിയുടെ ഭാഗത്തുനിന്ന് വേണ്ടി 2-3 ദിവസമായി എന്റെ കൂടെ നിന്ന് രാപകലില്ലാതെ പ്രതീഷ് സാറ് അങ്ങനെ പേരെടുത്ത് പറയാൻ എനിക്ക് കഴിയില്ല. കാരണം അത്രക്കും വളരെ 2-3 ദിവസമായി ഇവിടെ എല്ലാം സെറ്റപ്പ് ചെയ്ത അവർക്കെല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു. താങ്ക് യു വെരി മച്ച്.